بسم الله الرحمن الرحيم ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم أتخذ فلانا خليلا لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا وكذلك جعلنا لكل نبي عدوا من المجرمين وكفى بربك هاديا ونصيرا. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة ويضل الله الظالمين ويفعل الله ما يشاء. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. واعلم بأن الشرك والتعطيل مذ كانهما لا شك مصطحبان أبدا فكل معطل هو مشرك حتما وهذا واضح التبيان. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനികളെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇന്ന് നമ്മുടെ നാദാപുരം 5-ാം ഖണ്ഡനത്തിൻ്റെ 2-ാം ദിവസമാണ്. ഇന്നലെ പറഞ്ഞതിൻ്റെ ധാരാളം ബാക്കി ഭാഗങ്ങൾ ഇന്ന് സംസാരിക്കാനുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്താൽ ഈ 2 ദിവസത്തെ പ്രസംഗം കൊണ്ട് നമ്മുടെ പരിപാടി ഇപ്പോൾ അവസാനിപ്പിക്കും.
ഇനി വീണ്ടും മൗലവി വന്ന് പ്രസംഗിച്ചാൽ നമ്മൾ നേരത്തെ പ്രസംഗിച്ച 4-ാം ഖണ്ഡനത്തിന് നമ്മൾ പറഞ്ഞ 16 CD-കളുടെ മറുപടി അദ്ദേഹം പറഞ്ഞിട്ടില്ല. ആകെ കുറഞ്ഞ ഭാഗങ്ങൾ തന്നെ പറഞ്ഞത് മറുപടിയും അല്ല. അധിക CD-കളും അദ്ദേഹം തൊട്ടിട്ടേ ഇല്ല. അതുകൊണ്ട് നമ്മുടെ ബാക്കി CD-കൾ അദ്ദേഹം പരാമർശിച്ച് തൊടുകയും ഒക്കെ ചെയ്താൽ നമുക്ക് ഇന്ന് കഴിഞ്ഞ് ബാക്കിയുള്ളതിൻ്റെ നമുക്കും തൊടാം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് ഉള്ള സമയത്ത് ഇൻഷാ അള്ളാഹ് സംസാരിക്കാൻ കഴിയുന്നത്രയും ഇൻഷാ അള്ളാഹ് സംസാരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ നേരെ വിഷയത്തിലേക്ക് കടക്കുന്നു. നമ്മുടെ മൗലവി സാഹിബ് പറഞ്ഞു, മക്കയിലെ മുശ്രിക്കുകൾ പൂജിച്ചത് സാലിഹീങ്ങളെ തന്നെയാണ്, ആരാധിച്ചത് സാലിഹീങ്ങളെയാണ്, മരക്കഷ്ണത്തെ അല്ല, കല്ലിനെ അല്ല എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ മരക്കഷ്ണങ്ങളും കല്ലുകളും ഉണ്ടാക്കി, അതുകൊണ്ട് പല രൂപങ്ങളും ഉണ്ടാക്കി അതിനെ ആരാധിക്കുകയും പൂജിക്കുകയുമാണ് മക്കയിലെ മുശ്രിക്കുകൾ ചെയ്തിരുന്നത്. പക്ഷേ ഖുർആനിലും ഹദീസിലും പഠിപ്പിച്ചതുപോലെ ആ മരക്കഷ്ണങ്ങൾക്ക്, ആ കല്ലുകൾക്ക് അവർ സജ്ജനങ്ങളുടെ പേര് വെച്ചിരുന്നു. സജ്ജനങ്ങളുടെ പേര് ഒരു കല്ലിൽ വെച്ചാൽ ആ കല്ല് സജ്ജനമാവുകയില്ല. ഒരു മരത്തിന് ഒരു മഹാന്റെ പേര് വെച്ചാൽ ആ മരം മഹാനാവുകയില്ല. ഇത് ആർക്കും മനസ്സിലാകുന്ന വളരെ ലളിതമായ ഒരു വിഷയമാണ്. പക്ഷേ നമ്മളുടെ മൗലവി പറയുന്നത് മുശ്രിക്കീങ്ങൾ ആരാധിച്ചത് മരക്കഷ്ണത്തെയല്ല, കല്ലിനെയല്ല, അവരാരാധിച്ചത് സാലിഹീങ്ങളെ തന്നെയാണ് എന്നാ. അതിനയാൾ പറയുന്നത് കാരണം എന്താണ്? ഈ മരക്കഷ്ണത്തെ മരക്കഷ്ണം എന്ന നിലക്കല്ല അവരാരാധിച്ചത്, പിന്നെ മഹാൻ എന്ന നിലക്കാണ്. അയാൾ പറയുന്നത് വദ്ദു എന്ന നിലക്കാണ് വിഗ്രഹത്തെ ആരാധിച്ചതെന്ന, അങ്ങനെ മഹാൻ എന്ന നിലക്കാണ് ആരാധിച്ചത് എന്നാണ് അദ്ദേഹം പറയും. അത് നിങ്ങളൊന്ന് കേട്ടോളൂ. മൗലവി പറയുന്നു, അപ്പൊ അവർ പൂജിച്ചത് ഈ സാലിഹീങ്ങളെ തന്നെയാണ്, ആരാധിച്ചത് ഇവരെ തന്നെയാണ്, കേവലം മരക്കഷ്ണത്തെയോ കല്ലിനെയോ അല്ല. കേവലം മരക്കഷ്ണത്തെയോ കല്ലിനെയോ അല്ല, പിന്നെ ആരാധിച്ചത് ആരെയാണ്? ഈ മഹാന്മാരെ സാലിഹീങ്ങളെ തന്നെയാണ്. ഇത് പറഞ്ഞപ്പോ ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ ചോദിച്ചു, അവര് കല്ലിന് സാലിഹിന്റെ പേരിട്ടാൽ അത് സാലിഹാകുമോ എന്ന് ഞാൻ ചോദിച്ചു. എന്ന് മാത്രമല്ല, ഞാൻ അതിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. എന്നാൽ മൗലവി പറയുന്നു, കല്ലിന് വദ്ദ് എന്ന് പേരിട്ട് വദ്ദാണ് എന്ന നിലക്ക് തന്നെയാണ് അവർ ആരാധിച്ചത് എന്നാണ്. അവരാ കല്ലിന് വദ്ദ് എന്ന നിലയ്ക്ക് തന്നെയാണ് പേരിട്ടതും അവർ ലക്ഷ്യം വെച്ചതും വദ്ദിൽ തന്നെയാണ്, ആ കല്ലിനെയല്ല. കേട്ടില്ലേ? ഒരു കല്ല് ഒരു മഹാനായ മനുഷ്യനാണ്, വദ്ദാണ് എന്നുള്ള നിലക്കാണ് ഒരു പേര് തന്നെ വെച്ചത്. ഇനി ഇതിന് ഞാൻ മറുപടി പറയുന്ന സമയത്ത് പറഞ്ഞു, ഇവിടെ ഒരു പൂച്ചക്ക് ജോർജ് ബുഷ് എന്ന് പേര് വെച്ചാൽ പൂച്ച ജോർജ് ബുഷ് ആവുമോ എന്ന് ചോദിച്ചു. എന്റെ പ്രസംഗത്തിൽ ഈ മൗലവിമാർക്ക് വിവരം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെയുള്ള ആളുകൾക്കൊക്കെ മനസ്സിലായിക്കോട്ടെ വിചാരിച്ച് ഞാൻ പറഞ്ഞതാ. ഒരു പൂച്ചക്ക് ജോർജ് ബുഷ് എന്ന് പേരിട്ടാൽ അത് ജോർജ് ബുഷ് ആവുമോ എന്ന് ചോദിച്ചു. ഈ ചോദ്യത്തിന് മറുപടി പറയാൻ മൗലവിക്ക് സാധിക്കുന്നില്ല. ഒരു പൂച്ചക്ക് ഒരാൾ ജോർജ് ബുഷ് എന്ന് പേര് വെച്ച്, എന്റെ പൂച്ചേനെ വെടിവെച്ച് ജോർജ് ബുഷിന് കൊള്ളുവോ? പൂച്ചക്കൊരാൾ ഭക്ഷണം കൊടുത്ത് ജോർജ് ബുഷിന് കിട്ടുവോ? പൂച്ചനെ ഒരാൾ നാട് കടത്തി, എന്നാ ജോർജ് ബുഷിനെ നാട് കടത്തലാവോ? അപ്പൊ ഞാനതാ ചോദിച്ചത്, ജോർജ് ബുഷ് എന്ന് ഒരു പൂച്ചക്ക് പേരിട്ടാൽ ഈ പൂച്ച ജോർജ് ബുഷ് ആവുമോ എന്ന് ചോദിച്ചു ഞാൻ. അതിന് സഹോദരന്മാരെ അത് നിങ്ങളൊന്ന് കേട്ടോളി ഞാൻ ചോദിച്ചത്. എന്നിട്ട് അദ്ദേഹം ഇവിടെ വെച്ച് നടത്തിയ കളിയൊന്ന് കാണിച്ചു തരാം. ഇപ്പോ പേരോട് മുസ്ലിയാര് പറയുകയാണ്, മൗലവി എന്തൊരു വിവരം കെട്ടവനാണ്. എന്താ വിവരക്കേടെന്നറിയോ? എന്താ വിവരക്കേട്? അവര് ആരാധിച്ചു
അസ്മാഉരിജാലിൻ സാലിഹീൻ, സാലിഹീങ്ങൾ ആരാധിച്ചു എന്നാ മൗലവി പറഞ്ഞത്. മൗലവിക്ക് മനസ്സിലായിട്ടില്ല എന്നാ പറഞ്ഞത്. എന്നിട്ട് മൂപ്പര് പറയാണ്, ഏതെങ്കിലും ഒരു കല്ലിന് വദ്ദ് എന്ന് പേരിട്ടത് കൊണ്ട് വദ്ദാവോ? ആ കല്ല് വദ്ദാകുമോ വദ്ദിന്? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കല്ലിന് സാലിഹിന്റെ പേരിട്ടത് കൊണ്ട് ആ കല്ല് സാലിഹാകുമോ മൗലവീന എന്നോട് ചോദിക്കുന്നത്? എന്നിട്ട് മൂപ്പര് ഉദാഹരണം ചോദിക്കുകയാണ്, പൂച്ചക്ക് ജോർജ് ബുഷ് എന്ന് പേരിട്ടാൽ ജോർജ് ബുഷ് ആകുമോ മൗലവി? ചോദിക്കാണ്. പൂച്ചക്ക് ജോർജ് ബുഷ് എന്നൊരാൾ പേരിട്ടാൽ അത് ജോർജ് ബുഷ് ആകുമോ? വെറും ഒരു പൂച്ചയല്ലേ ആവുകയുള്ളൂ എന്നാണ്. ആ ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ, പിന്നീട് വിശദീകരിക്കാം. ആയിക്കോട്ടെ, സാലിഹീങ്ങളെ പേര് ഒരു വിഗ്രഹത്തിനിട്ട് ആ വിഗ്രഹം സാലിഹാവോ? ഒരു പൂച്ചക്ക് ജോർജ് ബുഷ് എന്ന് പേരിട്ടാൽ ജോർജ് ബുഷ് ആവോ? ഇത് മനസ്സിലാക്കാൻ ഈ മൗലവിമാർക്ക് കഴിഞ്ഞില്ല കേട്ടോ. ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പൂച്ചക്ക് ജോർജ് ബുഷ് എന്ന് പേരിട്ടാൽ ജോർജ് ബുഷ് ആവോ? കേട്ടില്ലേ? ഇനി ഞാൻ ബുദ്ധിയുള്ള മനുഷ്യന്മാരോട് ചോദിക്കുന്നേ, എന്റെ ചോദ്യം പ്രസക്തമാണോ അല്ലേ? കല്ലിന് വദ്ദ് എന്ന് പേരിട്ടാൽ വദ്ദാകുമോ? ഔല. വദ്ദിന്റെ പേരിട്ട കല്ലാവും. കല്ലിന് വദ്ദ് എന്ന് പേരിട്ടാൽ വദ്ദിന്റെ പേരിട്ട കല്ലാവും, അല്ലാതെ കല്ല് വദ്ദാവൂല. ഈ മുജാഹിദുകൾക്ക്, മൗലവിമാർക്ക് തീരെ മനസ്സിലാകാത്തൊരു സംഗതിയാണ്. അത് ശരിക്കും പഠിപ്പിക്കാണ് നാദാവർക്ക്. എന്താണെന്നറിയോ? കന്നുകാലിച്ചന്തക്ക് ഈദ്ഗാഹ് എന്ന് പേരിടുന്നവരാണ് ഇവര്. കന്നുകാലിച്ചന്തക്ക് ഈദ്ഗാഹ് എന്ന് പേരിട്ടാൽ അത് ഈദ്ഗാഹാവോ? അത് കന്നുകാലിച്ചന്തയാണ്. ഇവിടെ ഈ നാദാവർത്തുമില്ലേ ചില മുജാഹിദികൾ സ്കൂൾ ഗ്രൗണ്ടിന് ഈദ്ഗാഹ് എന്ന് പേരിടും. അത് സ്കൂൾ ഗ്രൗണ്ടാണ്. പണ്ട് ഒരു മുജാഹിദ് ആയ ഒരു പ്രായം ചെന്ന ഒരാള്, ഒരു മൗലവി എന്ത് ചെയ്തു? അയാൾ ചെയ്ത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വെല്ലത്തിന്റെ ഭരണിമേൽ കുരുമുളക് എഴുതി വെച്ച്. അതെന്തിനാണെന്ന് ചോദിച്ചു. ഇറുമ്പ് കയറാതിരിക്കാനാണ്. അപ്പൊ മൂപ്പര് വെച്ച് ഇറുമ്പിനും മൗലവിമാരെ പോലെ തന്നെയാണ്, ഒരു കാര്യവും മനസ്സിലാവൂലാ. വെല്ലത്തിന്റെ ഭരണിമേൽ കുരുമുളക് എഴുതി വെച്ചാൽ വെല്ലം കുരുമുളകാവൂല. ഇത് ഏത് മനുഷ്യനും മനസ്സിലാവും. മൗലവിമാരെ വെച്ച് ബാക്കിയില്ലേ എല്ലാവർക്കും മനസ്സിലാവും. കന്നുകാലിച്ചന്തക്ക്, സ്കൂൾ ഗ്രൗണ്ടിന്, സ്റ്റേഡിയം ഗ്രൗണ്ടിന്, അതുപോലെ തന്നെ കടപ്പുറത്തിന് ഈദ്ഗാഹ് എന്ന് പേരിട്ടാൽ ഈദ്ഗാഹാവൂല. ഈദ്ഗാഹ് വിദേശത്തൊക്കെ ഉണ്ട്, നമുക്കൊക്കെ അറിയുന്നതാണ്. അത് വേറൊരു സംഗതിയാണ്. ഇതുപോലെ ഇവർ മനസ്സിലാക്കിയത് പൂച്ചക്ക് ജോർജ് ബുഷ് എന്ന് പേരിട്ടാൽ ജോർജ് ബുഷാവും, കല്ലിന് വദ്ദ് എന്ന് പേരിട്ടാൽ കല്ല് വദ്ദാവും. നല്ല കോളായി. ഇനിയിപ്പോ ഇവരെന്താ ചെയ്യാന്നറിയോ? ഇവർക്ക് ചിലപ്പോ പ്രധാനമന്ത്രിമോ മൻമോഹൻ സിംഗിനെ ഒന്ന് സൽക്കരിക്കണമെന്ന് വിചാരിച്ചു. നാം മൗലവിമാരെന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു ജീവിക്ക് മൻമോഹൻ സിംഗ് എന്ന് പേരിടും. എന്നിട്ട് മൂപ്പരെ വിളിച്ച് സൽക്കരിക്കും. അപ്പൊ പ്രധാനമന്ത്രിയുടെ സൽക്കരിച്ചു എന്ന് പറയാം പിറ്റേന്ന്. നല്ല കോളായി. എന്നിട്ട് മൂപ്പരെന്താ പറഞ്ഞത്? ആരാധന അവർ തിരിക്കുന്നത് സാലിഹ്യങ്ങളിലേക്കാണ്, അതുകൊണ്ട് ഇത് വദ്ദാവൂന. എന്നാ സഹോദരന്മാരെ ഞാൻ ചോദിക്കട്ടെ, ഒരു മുശ്രിക്ക് ഒരു വ്യക്തിയെ ആരാധിച്ചു, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ ആരാധിച്ചു. ആ ആരാധിക്കുന്നത് കൊണ്ട് അദ്ദേഹം ആരാധന ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ ആണെങ്കിൽ ആ ആരാധന അള്ളാഹുവിനാകുമോ മൗലവി? നിങ്ങൾ ശരിക്കും മറുപടി പറയണം. അതായത് നിങ്ങൾ പറഞ്ഞത് കല്ലിനെ ആരാധിക്കുമ്പോ ഉദ്ദേശം മഹാനെ ആരാധിച്ചു എന്നാണ്. എന്നാ മൗലവി ഞാൻ ചോദിക്കട്ടെ, ഒരാള് പടച്ചവനെ ഉദ്ദേശിച്ചുകൊണ്ട് ആ പടച്ചവന്റെ ഒരു നബിയെയോ ഒരു വലിയനെയോ ഒരു മലക്കിനെയോ ഒരു പണ്ഡിതനെയോ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെയോ അങ്ങനെ ആരാധിച്ചാൽ ആ ആരാധന പടച്ചവനുള്ള ആരാധനയാണോ മൗലവി? നിങ്ങൾ മറുപടി പറയണം. നിങ്ങൾ സമുദായത്തോട് മറുപടി പറയണം. ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. എന്താ സംഗതി എന്നറിയോ? ഇവിടെ മുമ്പ് മൗലവി പറഞ്ഞിരുന്നു, KVM ബന്താവൂർ എന്ന് പറഞ്ഞിട്ട് ഒരാളും ഏത് സാധനത്തിനെ ആരാധിച്ചാലും ആരാധന അള്ളാഹുവിനാണ് എന്ന് ഈ ചോന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്ന് അയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു അയാളൊരു മാനസിക രോഗിയാണ്. ആ എഴുതിയ മൗലവി ഒരു മാനസിക രോഗിയാണ്. അത് പറഞ്ഞപ്പോ മൗലവി പറഞ്ഞ് മാനസിക രോഗിയൊന്നല്ല, നിങ്ങളെ അടുത്തൊക്കെ അയാളെ ഫോൺ നമ്പർ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ തമ്മിൽ വളരെ ബന്ധമുണ്ട് എന്ന് മനസ്സിലായി എന്നും പറഞ്ഞു. നിങ്ങളൊക്കെ കേട്ടതാണത്, ഇവിടുന്ന് പ്രസംഗിച്ചതാണത്. ഇപ്പൊ നമുക്ക് ശരിക്കും മനസ്സിലായി ഈ മൗലവിയും മറ്റേ മൗലവിയും ഒക്കെ കമ്പനി ഒന്നാണ് എന്ന് മനസ്സിലായി. കാരണം ഒന്നിനെ ഉദ്ദേശിച്ച് വേറൊന്നിനെ ആരാധിച്ചാൽ
ആരാധന എന്തിനത്തെ ഉദ്ദേശിച്ചോ അതിനാണ് എന്നല്ലേ പറയുന്നത്. അപ്പൊ ഏത് വസ്തുവിനെ ആരാധിക്കുമ്പോഴും ആരാധന പടച്ചവനാണെന്ന് ഉദ്ദേശിച്ചിട്ട് ആരാധിച്ചാൽ അത് ആരാധന പടച്ചവനാകുമെന്ന ഈ KVM ബന്താവൂരിന്റെ വാദം പഠിപ്പിച്ചു കൊടുത്തത് ഹുസൈൻ സലഫിയാണെന്നല്ലേ ഇപ്പൊ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കമ്പനി ഒന്നാണെന്നല്ലേ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ KVM ബന്താവൂരും ഈ അടുത്ത് കക്കാടിന്റെ കൂടെ കൂടിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് വരുന്നുണ്ട്. ഇപ്പോൾ അതിലേക്ക് കടക്കില്ല. കക്കാടിനുമുണ്ട് ഈ മൗലവിമാരുമായിട്ട് ചില ബന്ധം, മൗലവിക്ക് കക്കാടുമായിട്ടും ഉണ്ട് ബന്ധം. അത് ഇൻഷാ അല്ലാഹ് കക്കാടിന്റെ ആളുകൾ താടി ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോ അതിനെ ഞാൻ ചോദ്യം ചെയ്തതുകൊണ്ട് മൗലവി ഇവിടുന്ന് പറയുന്നുണ്ട് അതാ പേരോട് പഠിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിരിക്കട്ടെ. അപ്പൊ ഞാൻ പറയുന്നത് കള്ളത്തരീക്കത്തുകാരായ ആളുകളും സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളായ മുജാഹിദും അതൊക്കെ ഒരേ കമ്പനിയാണെന്നാണ് നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നത്. ഇത് ഞാൻ എന്റെ മുസ്ലിം സമുദായത്തോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നിങ്ങളോട് ചോദിക്കട്ടെ, ഇവരുടെ ഈ വാദപ്രകാരം മലക്കുകൾ ദൈവപുത്രിമാരാണെന്ന നിലക്ക്, ദേവീദേവന്മാരാണെന്ന നിലക്ക് മലക്കിനെ ആരാധിക്കുന്ന മുശ്രിക്കുകൾ പടച്ചവനെ ആരാധിച്ചവരാണോ? അവർ പടച്ചവനെ ആരാധിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് മലക്കിനെ ആരാധിക്കുന്നത്. അത് പടച്ചവനെ ആരാധിക്കലാണോ? മൗലവിമാരെ, നിങ്ങൾ എനിക്കതിന്റെ മറുപടി പറഞ്ഞു തരണം. ഞങ്ങൾ ഖുർആനിൽ കാണുന്നത് വയഅബ്ദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലാഇ ശുഫാഉന ഇൻദല്ലാഹ്. ആ മക്കയിലെ മുശ്രിക്കുകൾ ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാത്ത വസ്തുവിനെ ആരാധിച്ചു. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? എന്നിട്ട് അല്ലാഹ് പറയുന്നു വയഖൂലൂന ഹൗലാഇ ശുഫാഉന ഇൻദല്ലാഹ്. എന്നിട്ട് അവര് പറഞ്ഞു ഞങ്ങളുടെ ദേവീദേവന്മാർ, ഞങ്ങളുടെ ഈ ആരാധ്യ വസ്തുക്കൾ, ഞങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് പടച്ചവനോട് അള്ളാഹുവിന്റെ ഒരു ഉത്തരവുമില്ലാതെ തന്നെ അതാ പടച്ചവനോട് കൽപ്പനാ സ്വഭാവത്തിൽ റെക്കമെൻഡ് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടത് ഇങ്ങ് വാങ്ങിത്തരും, പടച്ചവനെ ആരാധിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല എന്നവർ വാദിച്ചു എന്നാണ് ഖുർആൻ ഞങ്ങളെ പഠിപ്പിക്കുന്നത്. ചോദിക്കട്ടെ, ആ കക്ഷികൾ തന്നെ വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, ദൈവത്തിന്റെ പുത്രിമാരാണെന്ന നിലക്ക് മലക്കുകളെ ആരാധിച്ച ഈ കക്ഷികൾ പറഞ്ഞ മറുപടി എന്താണ്? മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, ഞങ്ങൾ വാസ്തവത്തിൽ ഈ ആരാധന സമർപ്പിക്കുന്നത് പടച്ചവന് തന്നെയാണ്, പടച്ചവനിലേക്ക് അടുക്കാനാണ് ഞങ്ങൾ ഇതിനെ ആരാധിക്കുന്നത് എന്നാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ അവരൊക്കെ അള്ളാഹനെ ആരാധിച്ചവരാണോ മൗലവിമാരെ? അള്ളാഹനെ ഉദ്ദേശിച്ചിട്ട് മലക്കിനെ ആരാധിച്ചാൽ ആ ആരാധന അള്ളാഹ്ക്കുള്ള ആരാധനയാണോ? ചോദിക്കട്ടെ, കല്ലിനെ ആരാധിക്കുമ്പോ ഒരു സാലിഹിനെ ഉദ്ദേശിച്ചാൽ ആ സാലിഹിനെ ഉദ്ദേശിക്കുന്നത് കൊണ്ട് ആരാധന അവർക്കാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്? ഈ വാദം നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? നിങ്ങൾ ഈ ആയത്തുകളൊന്നും കണ്ടിട്ടില്ലേ? നിങ്ങൾ നന്നായി പഠിച്ചു വെക്കണം ഈ ആയത്തുകളൊക്കെ. വയഅബ്ദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലാഇ ശുഫാഉന ഇൻദല്ലാഹ്. കുറിച്ചു വെച്ചോ ആയത്ത്, പഠിച്ചു വെച്ചോ ആയത്ത്. വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. പഠിച്ചു വെച്ചോ, ഖുർആനിലുണ്ടോ എന്നൊന്ന് മറിച്ചു നോക്ക്. ഇനി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, സുബ്ഹാനല്ലാഹ്, ഇനി ഇയാൾ കാര്യമായിട്ട് കംപ്ലൈന്റ് പറയുന്നത് എന്തായിരുന്നു? ഈ വിഷയത്തിന് മറുപടി പറയാൻ മൗലവിക്ക് കഴിഞ്ഞില്ല. ഇത് പൂച്ചക്ക് ജോർജ് ബുഷ് എന്ന് പേരിട്ടാല് ജോർജ് ബുഷ് ആവോ എന്നുള്ള എന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ സെലഫിക്ക് കഴിഞ്ഞില്ല. അപ്പൊ മൗലവി എന്താ ചെയ്തെന്നറിയോ? ഞാൻ പറഞ്ഞ ഉദാഹരണം ജോർജ് ബുഷായിപ്പോയി എന്നുള്ള കംപ്ലൈന്റാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഉദാഹരണം മൗലവിക്ക് വേണ്ടി മാറ്റുകയാണ്. ഒരു കാര്യം ഞാൻ മാറ്റിയെന്ന് വേണമെങ്കിൽ മൗലവി പറഞ്ഞോട്ടെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ എന്ത് ചെയ്തു? നുമ്രൂദുമായിട്ട് വാദപ്രകാരം നടത്തുമ്പോൾ, സംവാദം നടത്തുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഞങ്ങളെ റബ്ബ് എന്ന് പറഞ്ഞാൽ അല്ലദീ യുഹീ വ യുമീതു, ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന റബ്ബാണ് അല്ലാഹ്. അപ്പൊ നുമ്രൂദ് മനസ്സിലായില്ല. നുമ്രൂദ് എന്ത് പറഞ്ഞു അറിയോ? അത് ഞാനും ചെയ്യൂന്ന് പറഞ്ഞു. ഞാനും ചെയ്യൂ. എന്താ ചെയ്തോപ്പര്? ഒരാളെ പിടിച്ചാൽ കൊന്നാളി, അയാളെ ഞാൻ മരിപ്പിച്ചു. വേറൊരാളോട് നീ പൊയ്ക്കോന്ന് തന്നെ, അയാളെ ഞാൻ ജീവിപ്പിച്ചെന്നും പറഞ്ഞു. ഇതാണോ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യാന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞതിന്റെ മാന? അത് പക്ഷെ ഈ നുമ്രൂദിന് മനസ്സിലായില്ല. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് തോന്നി ഈ ചങ്ങാതിയുമായിട്ട് സംവാദം നടത്തുമ്പോൾ നല്ലത് ഇയാളെ
ഇയാൾക്ക് വേറൊന്ന് പറയലാ നല്ലത് തോന്നി. ഇബ്രാഹിം നബി അതിനെപ്പറ്റി കൂടുതൽ ചർച്ചയൊന്നും ചെയ്തില്ല. ഇബ്രാഹിം നബി സ്വലാം അവിടുന്ന് മാറി വേറൊന്ന് പറഞ്ഞു. അതിനോട് തുടരുകയാണ് ഞാനും. ഇബ്രാഹിം നബി സ്വലാം പറഞ്ഞു, ഞങ്ങളെ റബ്ബ് എന്ന് പറഞ്ഞാൽ അതാ കിഴക്കിൽ നിന്ന് സൂര്യനെ ഉദിപ്പിക്കുന്ന അള്ളാഹുവാണ്. ഫൗത്തി ബിഹാബിനൽ മഗ്രിബ്, നീ ഒരു കാര്യം ചെയ്യൂ, എന്നാ പിന്നെ പടിഞ്ഞാറ് ഇങ്ങോട്ടൊന്ന് ഉദിപ്പിച്ചാട്ടെ. എന്റെ റബ്ബ് കിഴക്കുന്ന് സൂര്യൻ ഉദിപ്പിക്കുന്ന റബ്ബാണ്. ഒരു കാര്യം ചെയ്തോ, നീ പടിഞ്ഞാറ് ഇങ്ങോട്ടൊന്ന് ഉദിപ്പിച്ചാട്ടെ. ഫബുഹിത്തല്ലദീ കഫർ, അവിടെ നമ്രൂദ് അമ്പേ പരാജയപ്പെട്ടു പോയി. ഒരു മറുപടി പറയാൻ കഴിഞ്ഞില്ല. അതുപോലെ ജോർജ് ബുഷ് എന്ന് ഞാൻ ഉദാഹരണം പറഞ്ഞത് സെലഫിക്ക് മനസ്സിലാകാത്തത് കൊണ്ട് ഞാൻ ഉദാഹരണം ഒന്ന് മാറ്റുകയാണ്. സദസ്യർ എന്നോട് ക്ഷമിക്കണം. എന്തായി ഞാൻ ഉദാഹരണം പറയുന്നത്? ഒരു ബഹുമാനില്ലാത്ത ആളായി പോണ്ട, അതുകൊണ്ട് സെലഫി ആയിക്കോട്ടെ ഉദാഹരണം. സഹോദരന്മാരെ, ഒരു പോത്തിന് സെലഫി എന്ന് പേരിട്ടാൽ അത് സെലഫിയാകുമോ? ഒരു പോത്തിന് സെലഫി എന്ന് പേരിട്ടാൽ സെലഫിയാകുമോ? ഒരു പൂച്ചക്ക് സെലഫി എന്ന് പേരിട്ടാൽ അത് സെലഫിയാകുമോ? ഞാൻ ചോദിക്കുന്നു, ഒരു കല്ലിന് ഒരു മഹാന്റെ പേരിട്ടാൽ കല്ല് മഹാനാകുമോ? ഇത് മനസ്സിലാക്കാനല്ലേ, ഞാൻ മനസ്സിലാക്കി തരാനല്ലേ ചോദിച്ചത്. ജോർജ് ബുഷ് എന്നൊരു പൂച്ചയ്ക്ക് പേരിട്ടാൽ അത് ജോർജ് ബുഷാകുമോ? എന്നാ സഹോദര, അതേ എ പി അബ്ദുൽ ഖാദർ മൗലവി എന്ന് ഒരു പൂച്ചയ്ക്ക് പേരിട്ടാൽ പൂച്ച എ പി അബ്ദുൽ ഖാദർ മൗലവി ആകുമോ? ഒരു കല്ലിന് പേരിട്ടാൽ കല്ല് എ പി അബ്ദുൽ ഖാദർ മൗലവി ആകുമോ? ഒരു മരത്തിന് പേരിട്ടാൽ മരം എ പി അബ്ദുൽ ഖാദർ മൗലവി ആകുമോ? മുജാഹിദിന്റെ പണ്ഡിത സംഘടനയുടെ സെക്രട്ടറി ആക്കാനും ആ കല്ല് തന്നെ മതിയോ? ആ മരം തന്നെ മതിയോ? പറയണേ മൗലവിമാരെ മറുപടി. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, എനിക്ക് മോണില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. ആ മോണ ഇൻഷാ അല്ലാഹ് അത് ഞാൻ കേൾപ്പിച്ചു തരാം. മോണ ആർക്കാ ഇല്ലാത്തതെന്ന് നിങ്ങൾ ശരിക്കൊന്ന് മനസ്സിലാക്കാനാ പറയുന്നത്. ഇനി സഹോദര, മറുപടി കിട്ടാത്തത് കൊണ്ട് ചേറ്റുകെട്ടിയിൽ വന്നിട്ട് മൗലവി ചെയ്ത പണി എന്താണെന്നറിയോ? ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ നിസ്സാരപ്പെടുത്തിയിട്ട് എന്നെ പരിഹസിക്കുകയാണ്. വിഷയം മാറ്റുകയാണ്. മറുപടി ഇല്ലാത്തതുകൊണ്ട് മൗലവി വിഷയം മാറ്റുക ചെയ്തത്. അതെങ്ങനെയെന്നറിയോ? അതും ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഒരു പ്രസംഗത്തിൽ മൗലവി എന്ത് ചെയ്തു? ജോർജ് ബുഷിന്റെ കൂടെ ഉസ്താദിനെ കൂട്ടിപ്പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞു, ഏതായിരുന്നാലും ജോർജ് ബുഷ്, കോഫി അന്നാൻ ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ കൂട്ടിപ്പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ അത് കാന്തപുരം തന്നെയാണ് ഉള്ളത്. നിങ്ങളെ കൊണ്ടും പറയിച്ചല്ലോ അല്ലാഹ് എന്ന് പറഞ്ഞു. അതായത് ലോകരാഷ്ട്രത്തിൽ അറിയപ്പെടുന്ന രാഷ്ട്ര നേതാക്കളാണ് ജോർജ് ബുഷും കോഫി അന്നാനൊക്കെ. ലോകരാഷ്ട്രങ്ങളിൽ അറിയപ്പെടുന്ന പണ്ഡിതനാണ് കാന്തപുരം ഉസ്താദ്. ഈ നിലക്കാണ് ഞാനത് സംസാരിച്ച് എല്ലാവർക്കും മനസ്സിലായതാണ്. ഇപ്പൊ നിങ്ങൾ തക്ബീർ ചൊല്ലിയതുപോലെ അന്നും വിവരവും ബുദ്ധിയുള്ള സദസ്യർ തക്ബീർ ചൊല്ലി. എന്നാൽ അത് മുമ്പേ ഉണ്ടങ്ങനെ. നുമ്രൂദ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ ആര്യ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ. നുമ്രൂദ് അപ്പുറം നിൽക്കുമ്പോൾ കൂട്ടി പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ. ഫിർഔൻ അപ്പുറം നിൽക്കുമ്പോൾ കൂട്ടി പറയുന്നത് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ. അങ്ങനെ മുമ്പേ ഉള്ളതാണത്. എന്നാൽ എന്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞത്, ജോർജ് ബുഷിനോടും കോഫി അന്നാനോടും കൂട്ടിപ്പറയാൻ നിങ്ങളെ നാവുമ്പോലും അള്ള കൊണ്ടുവന്നത് കാന്തപുരത്തേതാണ്. അതിന് മൂപ്പരത് നടത്തിയിട്ട് പറയാണ്, കാന്തപുരത്തോട് കൂട്ടിപ്പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ ജോർജ് ബുഷാണെന്ന് ആ പേരോട് പറഞ്ഞത്. ഇങ്ങനെ ജോർജ് ബുഷിനോട് കൂട്ടിപ്പറയാൻ ഒരു പണ്ഡിതനുള്ളത് കാന്തപുരം എന്നാണ് ഞാൻ പറഞ്ഞത്. മൂപ്പരത് ഇവിടുന്ന് എന്റെ ക്ലിപ്പ് കേൾപ്പിച്ചിട്ട് മുന്നിലിരിക്കുന്ന മുജാഹിദീങ്ങളെ മുഴുവനും വിഡ്ഢികളാക്കിയിട്ട് അയാൾ ഉടനെ പറയാണ്, എന്ത് പേരോട് പറഞ്ഞത് കാന്തപുരത്തോട് കൂട്ടിപ്പറയാൻ പറ്റുന്ന ഒരേ ഒരു പണ്ഡിതൻ ജോർജ് ബുഷാണ്. നേരെ തല തിരിച്ച് അതൊന്ന് കേട്ടോളി നിങ്ങൾ. അയാൾ ആ പരിഹാസവും ആ പറഞ്ഞതൊക്കെ ഒന്ന് ശരിക്കും കേട്ടോ. ആദ്യം അയാൾ പരിഹസിച്ചുകൊണ്ട് പറയുന്നത് കേട്ടോളൂ. അപ്പൊ സഹോദരന്മാരെ, ഈ പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ? പൂച്ചക്ക് ജോർജ് ബുഷ് പ്രയോഗം മൂപ്പർക്ക് വലിയ താല്പര്യമാണ്. ഏത് കാലത്തും എപ്പോഴും ഉദാഹരണത്തിന് ഉപമക്കൊക്കെ മൂപ്പർക്ക് ഏതിനെ കിട്ടുക? ജോർജ് ബുഷിനെ കിട്ടുക. അതെന്താ കാരണം എന്ന് മൂപ്പരെന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ ജോർജ് ബുഷിനെ മുമ്പും പറഞ്ഞിട്ടുണ്ട്. എന്താ ജോർജ് ബുഷിനെ പറ്റി മുമ്പ് പറഞ്ഞത്? ശ്രദ്ധിച്ചോളൂ. പറയുമ്പോ കൂട്ടി പറയാൻ നിങ്ങളെ നാവിലും അള്ള കൊണ്ടുവന്നത് കോഫി അന്നാനെയും ജോർജ് ബുഷിനെയാണ്. കാരണം അങ്ങനെ കൂട്ടി പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ ഉണ്ടെങ്കിൽ അത് കാന്തപുരമേ ഉള്ളൂ. കാന്തപുരത്തോട് കൂട്ടി പറയാൻ പറ്റുന്നൊരു പണ്ഡിതനുണ്ടെങ്കിൽ അത് ജോർജ് ബുഷേ ഉള്ളൂ എന്നാണ് മൂപ്പര് പറഞ്ഞത്. ജനങ്ങൾ തക്ബീർ വിളിച്ചു കേട്ടോ. ജനങ്ങൾ തക്ബീർ വിളിച്ചു. ഞാൻ അങ്ങനെയാ പറഞ്ഞത്.
ജനങ്ങൾ ഹുസൈൻ സലഫിനെ പോലല്ല, അവർക്ക് അഖലും ഉണ്ട്, സമഉം ഉണ്ട്, ബസറും ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അഖലും സമഉം ബസറും ഉള്ള ജനങ്ങളാ തക്ബീർ വിളിച്ചത്. ഞാൻ പറഞ്ഞത് എന്താണ്? ജോർജ് ബുഷിനോട് കൂട്ടിപ്പറയാൻ പറ്റുന്ന പണ്ഡിതൻ കാന്തപുരം. അയാൾ എന്ത് ചെയ്തു? അത് അട്ടിമറിച്ചിട്ട് അയാൾ എന്ത് ചെയ്തു? കാന്തപുരത്തോട് കൂട്ടിപ്പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതനുണ്ടെങ്കിൽ ജോർജ് ബുഷീനാക്കി. ഇയാളെ തട്ടിപ്പ് നോക്ക് നിങ്ങൾ. അതൊന്ന് ശരിക്ക് രണ്ടും ആവർത്തിച്ച് വെച്ചിട്ട് ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. ഒന്ന് വെച്ചു കൊടുത്താവനെ അട്ടിമറി. അങ്ങനെ കൂട്ടിപ്പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ ഉണ്ടെങ്കിൽ അത് കാന്തപുരമേ ഉള്ളൂ. കാന്തപുരത്തോട് കൂട്ടിപ്പറയാൻ പറ്റുന്നൊരു പണ്ഡിതനുണ്ടെങ്കിൽ അത് ജോർജ് ബുഷേ ഉള്ളൂ എന്നാണ് മൂപ്പര് പറഞ്ഞത്. ജനങ്ങൾ തക്ബീർ വിളിച്ചു. അങ്ങനെ കൂട്ടിപ്പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ ഉണ്ടെങ്കിൽ അത് കാന്തപുരമേ ഉള്ളൂ. കാന്തപുരത്തോട് കൂട്ടിപ്പറയാൻ പറ്റുന്നൊരു പണ്ഡിതനുണ്ടെങ്കിൽ അത് ജോർജ് ബുഷേ ഉള്ളൂ എന്നാണ് മൂപ്പര് പറഞ്ഞത്. അങ്ങനെ കൂട്ടിപ്പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ ഉണ്ടെങ്കിൽ അത് കാന്തപുരമേ ഉള്ളൂ. കാന്തപുരത്തോട് കൂട്ടിപ്പറയാൻ പറ്റുന്നൊരു പണ്ഡിതനുണ്ടെങ്കിൽ അത് ജോർജ് ബുഷേ ഉള്ളൂ എന്നാണ് മൂപ്പര് പറഞ്ഞത്. എങ്ങനെയുണ്ട്? കളവ് പറയൽ മത്സരത്തിൽ ഇയാൾക്കല്ലായിരുന്നോ റക്സോണ സോപ്പ് കൊടുക്കേണ്ടത്? ഇനി സഹോദരന്മാരെ, ഇതാണ് മൗലവിമാരെ പരിപാടി. ഒക്കെ അട്ടിമറിക്കുകയാണ്. ആയത്ത് അട്ടിമറിക്കുകയാണ്, ഹദീസ് അട്ടിമറിക്കുകയാണ്, കിതാബിന്റെ ഇബാറത്ത് അട്ടിമറിക്കുകയാണ്, നമ്മൾ പറഞ്ഞ വാചകം മുന്നിൽ വെച്ച് കേൾപ്പിച്ചു കൊടുത്തിട്ട് അട്ടിമറിക്കുകയാണ്. അത് അട്ടിമറിച്ചിട്ട് ഇത് പറയുമ്പോ ഇത് ഇയാൾ പറയുമ്പോ എന്താ ചെയ്ത്? മുജാഹിദീങ്ങൾ, പാവം മുജാഹിദീങ്ങൾ, അള്ളാഹു അവർക്ക് സൽബുദ്ധി കൊടുക്കട്ടെ, എല്ലാവരും കൂട്ടത്തോടെ ചിരിക്കുകയാണ്. മുജാഹിദ് ചിരിക്കുകയാണ്. ആ ചിരിക്കുന്ന ചിരി എന്താ ചിരി എന്നറിയോ? കാരണം ഈ മൗലവി അട്ടിമറിക്കുന്ന ഇവരറിയുന്നില്ല. തെരിപ്പിച്ചിട്ടല്ലേ പരിപാടി, നല്ല പാട്ടും പാടി തെരിപ്പിച്ചിട്ടല്ലേ പരിപാടി. അപ്പൊ ഈ മുജാഹിദിയേക്കിട്ട് മനസ്സിലാകുന്നില്ല ഞങ്ങളെ തെരിപ്പിച്ചതാണ്. അങ്ങനെ മുജാഹിദികൾ കൂട്ട ചിരി. എന്ത് ബകയിൽ? അപ്പൊ മുജാഹിദിന്റെ മൗലവിമാര് സ്റ്റേജിൽ വന്ന് അവർ ഉള്ളുകൊണ്ട് ചിരിക്കുന്നുണ്ട്. നമ്മൾ ഇവരെ പറ്റിച്ചല്ലോ, നമ്മുടെ അനുയായികളെ പറ്റിച്ചല്ലോ എന്നൊക്കെ മൗലവിമാര് ചിരി തന്നെ. നല്ല ഒന്നാം നമ്പർ ചിരി തന്നെ. എന്നാൽ അങ്ങനെ ചിരിക്കുന്നവരെ പറ്റി സക്കരിയ സലാഹി പറയുന്ന നിങ്ങളൊന്ന് കേട്ടോളി. കാട്ടാളന്മാര് ചിരിക്കുന്നുണ്ടോ? എന്താ സുല്ലമീൻ കാട്ടാളന്മാര് ചിരിക്കുന്നുണ്ടോ? വിഡ്ഢികളെ, പരമവിഡ്ഢികളെ, പൊട്ടന്മാരെ. ഒന്നുകൂടി വെച്ചോട്ടവനെ. കാട്ടാളന്മാര് ചിരിക്കുന്നുണ്ടോ? എന്താ സുല്ലമീൻ കാട്ടാളന്മാര് ചിരിക്കുന്നുണ്ടോ? വിഡ്ഢികളെ, പരമവിഡ്ഢികളെ, പൊട്ടന്മാരെ. ഇനി ഈ കക്ഷികളെ സംബന്ധിച്ച് നമ്മളെ മൗലവി എന്ന് പറയുന്ന ഒന്ന് കേട്ടോളി. ഹുസൈൻ സലഫി തന്നെ ഇയാളെ അട്ടിമറി കേട്ടിട്ട് ചിരിക്കുന്ന മുജാഹിദുകളെ സംബന്ധിച്ച് പറയേണ്ട വാചകം പറയുന്ന നിങ്ങളൊന്ന് കേട്ടോളി. ഉളുപ്പുണ്ടോ? കഴുതക്ക് അമേദ്യം കണ്ടാലുണ്ട് ഇത്ര ഒരു ഇളി. ആ ഇളിയാ മൂപ്പര് വിളിച്ച്. കഴുതക്ക് അമേദ്യം കണ്ടാലുണ്ട് ഇത്ര ഒരു ഇളി. ആ ഇളിയാ മൂപ്പര് വിളിച്ച്. അപ്പോ ഹുസൈൻ സലഫിയും സക്കരിയ സലാഹിയും തമ്മിലുള്ള ഖിലാഫ് എന്താണ്? കാട്ടാളന്മാരാണോ കൈദിയാണോ? അത് നിങ്ങൾ തീരുമാനിച്ചോളി. അത് നമ്മൾ കയ്യിലിടപെടുന്നില്ല. എന്നാൽ ഈ മൗലവി പറയുന്നത്, ഇയാള് മുജാഹിദീങ്ങളോട് പറയുന്ന ഒരു പ്രസംഗത്തിൽ അട്ടിമറിങ്ങൾ പിടിച്ചു കൂടിക്കോളി. അത് മൂപ്പർക്ക് ഇങ്ങനെ അട്ടിമറിയാനുള്ള പരിപാടി. ഇവർ പറഞ്ഞ അട്ടിമറി പിടിച്ചു കൂടിക്കോ നിങ്ങൾ. അതൊന്ന് കേട്ടോ നിങ്ങൾ. അട്ടിമറി ശ്രദ്ധിച്ചോ നിങ്ങൾ, അട്ടിമറി ശരിക്ക് പിടിച്ചു കൂടിക്കോ നിങ്ങൾ, അട്ടിമറി ശ്രദ്ധിച്ചോ നിങ്ങൾ, അട്ടിമറി ശരിക്ക് പിടിച്ചു കൂടിക്കോ നിങ്ങൾ. അട്ടിമറി പിടിച്ചു കൂടിക്കോളി മുജാഹിദീങ്ങളെ അയാൾ ഉപദേശിക്കാൻ. ഇതിനെ സംബന്ധിച്ച് ഞാൻ അദ്ദേഹത്തിന്റെ എതിരെ കഴിഞ്ഞ പ്രാവശ്യം പ്രസംഗത്തിൽ ഈ CD ഇട്ടിട്ട് ഞാൻ പറഞ്ഞിരുന്നു. മറുപടി പറഞ്ഞോ നിങ്ങൾ ഇതിനെ സംബന്ധിച്ച്? മറുപടി പറയാത്ത ഓരോന്നോരോന്ന് ഇങ്ങനെ പറയാൻ പോവാണ്. എനിക്ക് കേൾക്കണോ സഹോദരന്മാരെ? ഇദ്ദേഹത്തിന്റെ അട്ടിമറി മുമ്പ് ഞാൻ പിടികൂടിയിട്ട് കാണിച്ച 100 അട്ടിമറിയുണ്ട്. അതിൽ 1-2 ഞാൻ സാമ്പിളിന് കാണിക്കുകയാണ്. ഇതുപോലത്തെ അട്ടിമറി മുമ്പ് നടത്തിയത് ഞാനത് പിടികൂടിയിട്ട് ജനത്തിന് കാണിച്ചു കൊടുത്തോ പിന്നെ കാമാന്ന് മിണ്ടിയിട്ടില്ല മൗലവി. ഇപ്പോ മിണ്ടിയില്ല, പിന്നെ ഒരിക്കലും മിണ്ടിയിട്ടില്ല. അങ്ങനത്തെ വേറൊന്നാ എനിക്ക് കാണിക്കാൻ പോകുന്നത്. എന്താണെന്നറിയോ? നമ്മളെ ഹുസൈൻ സലഫി പറഞ്ഞ് ഇവിടെ പെരുന്നാൾക്ക് പൂർണ്ണ ലൂസാണ്. അതല്ല അങ്ങനെ പറയിക്കുകയാണ്. കാരണം പെരുന്നാൾ അയാളാ, ഞാനിവിടെ ഉള്ള ആളാ. അപ്പോ അങ്ങനെയുണ്ട് ചില കറാമത്തൊക്കെ സുന്നത്തിന്റെ ഭയത്തിലുണ്ടാവുമല്ലോ. ഞാൻ ഇന്നലെ പറഞ്ഞ് നമ്മളെ സെലഫി പോയിട്ട് അവസാനം ചേറ് പോയിട്ട് വീണ ചേറ്റ് കെട്ടിയിലായിരുന്നു. ആ പ്രദേശത്തിന്റെ പേരല്ലത്, അതൊരു പ്രത്യേക സ്ഥലത്തിന്റെ പേരാ. കള്ള് ഷാപ്പും സിനിമാ ടാക്കീസും നിൽക്കുന്ന സെലഫീനെ ബഹുമാനിച്ച സ്ഥലത്തിന്റെ പേരാണ് ചേറ്റിട്ടി.
അത് ഒരു നാട്ടിന്റെ പേരല്ലത്. അതൊക്കെ നാദാപുരം ചാലപ്പുറത്ത് പെട്ട സ്ഥലങ്ങളാണ്. അത് നാട്ടിന്റെ പേരല്ല. നാട്ടുകാരനെ എനിക്കറിയാം. അത് നാട്ടിന്റെ പേരല്ല. ഞങ്ങളെ നാട്ടില്, ഞാൻ നാദാപുരത്തുകാരനാണ്, ഞങ്ങളെ നാട്ടില് ചേറുപോയി തങ്ങുന്ന ഒരു സ്ഥലം. അതാണ് കള്ളു ഷാപ്പും സിനിമ ടാക്കീസും ഉണ്ടായ ഞങ്ങൾ ഹുസൈൻ സൽഫീനെ ബഹുമാനിച്ച സ്ഥലം. ആ സ്ഥലത്തിനെ പറ്റി ഇന്നലെ ഞാൻ പ്രസംഗിച്ചു. അപ്പൊ അൽഹംദുലില്ലാഹ് ഇന്നത്തെ മാധ്യമത്തിൽ അത് ഭയങ്കര റിപ്പോർട്ട്. ഏത് ഭയങ്കര റിപ്പോർട്ട്, ചേറ്റുകെട്ടിയിൽ ചവറ് തുറയുന്നു എന്ന് പറഞ്ഞിട്ട്. വളരെ ശരിയാണ്. അപ്പോ ഇന്നത്തെ മാധ്യമത്തിൽ നിങ്ങളെടുത്ത് വായിച്ചു നോക്കി. മാലിന്യങ്ങൾ ചേറ് നല്ലുള്ളത് മാലിന്യങ്ങൾ നിറയുന്നു എന്നാണ് ഇരിക്കട്ടെ. അപ്പൊ ചേറ്റുകെട്ടിയിൽ മാലിന്യങ്ങൾ നിറയുന്നു എന്ന് ഇന്നത്തെ മാധ്യമത്തിൽ റിപ്പോർട്ട്. അങ്ങനെ ചില കറാമത്തിന്റെ ഈ സുന്നത്ത് ജമാഅത്ത്. അപ്പോ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത്, അപ്പൊ ഈ മൗലവി എന്ത് ചെയ്തു അറിയോ? മൗലവി പറയുമ്പം പറഞ്ഞത് ഇവിടെ ബെരുന്നാക്ക് പൂർണ്ണ ലൂസാടുകയാണ്, ഇവിടെ ഉള്ളാക്ക് പൂർണ്ണ ലൂസാണ് എന്നല്ല പറഞ്ഞു. അത് വളരെ റെഡിയാണ്. അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു, പിറ്റത്തെ പ്രസംഗത്തിൽ പറഞ്ഞു ആർക്കാ ലൂസ് നമ്മൾ നോക്കാറ്. അങ്ങനെ ഈ മുമ്പ് ഒരു കത്തയച്ചിരുന്നു കുറ്റ്യാടിയിലേക്ക്, ഈ മുജാഹിദിന്റെ ഒരു പത്രത്തിന്റെ ഓഫീസ്. ആ ഓഫീസിൽ നിന്ന് അയച്ച കത്തിന് അബ്ദു തന്നെ ചെറുപ്പക്കാരൻ മറുപടി എഴുതിയിരുന്നു. ആ മറുപടി എഴുതിയ ആള് പറഞ്ഞു നിങ്ങൾ ഇത് പ്രസിദ്ധീകരിക്കണോ. അപ്പൊ അവരിങ്ങോട്ട് എഴുതി പ്രസിദ്ധീകരിക്കണമെങ്കിൽ നിങ്ങൾ അഡ്രസ് അയച്ചു തരണോ. അത് അഡ്രസ്സിലാ എഴുതിയത് കേട്ടോ. എങ്ങനെ പ്രസിദ്ധീകരിക്കണമെങ്കിൽ നിങ്ങൾ അഡ്രസ് അയച്ചു തരണോന്ന് അങ്ങനെ ഇങ്ങോട്ട് അഡ്രസ് കത്തെഴുതി. ആര് മുജാഹിദീങ്ങൾ, മനസ്സിലായില്ലേ? അത് ഞാൻ ഇവിടുന്ന് എടുത്ത് കാണിച്ചിരുന്നു. അപ്പൊ അതിന് മറുപടി വരെയാണ് മൗലവി. മറുപടിയിൽ മൗലവി എന്ത് ചെയ്യുന്നു അറിയോ? മൗലവി പറഞ്ഞു ആ കത്തിലുള്ളത് പ്രസിദ്ധീകരിക്കണമെങ്കിൽ അഡ്രസ് അയച്ചു തരണമെന്നുള്ളത്. ഞാൻ അങ്ങനെയാ എൻ്റെ നാവുകൊണ്ട് പറഞ്ഞത്. പക്ഷെ മൗലവി എന്ത് ചെയ്യുന്നു അറിയോ? ആ ക്ലിപ്പ്, എൻ്റെ ക്ലിപ്പ് കേൾപ്പിച്ചിട്ട് മുജാഹിദീങ്ങൾ പറഞ്ഞ് കണ്ടോ ഇയാൾ പച്ചക്കള്ളം പറയുന്നത്, എന്നെ പറ്റി പറയാൻ, കണ്ടോ ഇയാൾ പച്ചക്കള്ളം പറയുന്നത്, കത്തയക്കണമെങ്കിൽ അഡ്രസ് അയക്കണോന്ന് പറഞ്ഞോന്ന്. അങ്ങനെ കത്തിലുണ്ടോന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിനോ? ഞാൻ പറഞ്ഞത് എന്താണ്, കത്തിലുള്ളത് എന്താണ്, പ്രസിദ്ധീകരിക്കണമെങ്കിൽ അഡ്രസ് അയച്ചു തരണോന്ന്. അതൊക്കെ കേൾപ്പിച്ചിട്ട് അതേ മുജാഹിദീങ്ങളോട് ഇയാൾ പറയുന്നത് കണ്ടോ പേരോട് പച്ചക്കള്ളം പറയുന്നത്, കത്ത് മറുപടി അയക്കണമെങ്കിൽ അഡ്രസ് അയച്ചു തരണമെന്ന് എഴുതിയെന്ന്. അങ്ങനെ അതിലുണ്ടോ എന്ന് അയാൾ ചോദിക്കുന്നു. നിങ്ങളൊന്ന് ഇപ്പൊ കേട്ടോളി, ഞാൻ മുമ്പെടുത്ത് കാണിച്ചതാണ്. ഇയാൾ അട്ടിമറി ശരിക്കും മുജാഹിദീങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ്. ഒന്ന് വെച്ചു കൊടുത്താൽ മോനെ. നിങ്ങളത് പ്രസിദ്ധീകരിക്കണം, നിങ്ങൾ അഡ്രസ് അയച്ചു തരണോ, നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളത് പ്രസിദ്ധീകരിക്കണം, നിങ്ങൾ അഡ്രസ് അയച്ചു തരണോ, നിങ്ങൾക്ക് മനസ്സിലായോ? കണ്ടോ പച്ച കള്ളം പറഞ്ഞുണ്ടോ? ശ്രദ്ധിച്ചില്ലേ നിങ്ങൾ? അങ്ങോട്ട് കത്തയക്കാൻ വേണ്ടി അഡ്രസ് അയച്ചു കൊടുക്കണമെന്ന് അങ്ങനെ ആ കത്തിലുണ്ടോ? അങ്ങോട്ട് കത്തയക്കണം എന്നുണ്ടെങ്കിൽ അഡ്രസ് അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു ഇങ്ങോട്ട് കത്തെഴുതി. നിങ്ങളത് പ്രസിദ്ധീകരിക്കണം, നിങ്ങൾ അഡ്രസ് അയച്ചു തരണോ, നിങ്ങളത് പ്രസിദ്ധീകരിക്കണം, നിങ്ങൾ അഡ്രസ് അയച്ചു തരണോ, നിങ്ങളത് പ്രസിദ്ധീകരിക്കണം, നിങ്ങൾ അഡ്രസ് അയച്ചു തരണോ. അങ്ങോട്ട് കത്തയക്കാൻ വേണ്ടി അഡ്രസ് അയച്ചു കൊടുക്കണമെന്ന് അങ്ങനെ ആ കത്തിലുണ്ടോ? അങ്ങോട്ട് കത്തയക്കാൻ വേണ്ടി അഡ്രസ് അയച്ചു കൊടുക്കണമെന്ന് അങ്ങനെ ആ കത്തിലുണ്ടോ? നിങ്ങളത് പ്രസിദ്ധീകരിക്കണം, നിങ്ങൾ അഡ്രസ് അയച്ചു തരണോ. കണ്ടോ, നിങ്ങളത് പ്രസിദ്ധീകരിക്കണമെങ്കിൽ അഡ്രസ് അയച്ചു തരണമെന്നാ ഞാൻ വായിക്കുന്നതും പറയുന്നതും. അയാൾ പറയുന്നത് ഇങ്ങോട്ട് കത്തയക്കണമെങ്കിൽ അഡ്രസ് അയച്ചു തരണമെന്ന് പറഞ്ഞ് അങ്ങനെ കള്ളത്തിലുണ്ടോ? കള്ളത്തരല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചു, കാര്യക്കാ കള്ളത്തരം? ആരെത്താ കള്ളത്തരം? മഹാന്മാരോട് സഹായം ചോദിക്കരുത് എന്ന് പറയാനാണ് അമ്പിയാക്കളെ അള്ളാഹ് അയച്ചത് എന്നല്ലേ ഇവര് സാധാരണ പറയാറ്. ഇവര് പറയലെന്താണ്? മഹാന്മാരോട് സഹായം ചോദിക്കരുത് എന്ന് പറയാനാണ് എല്ലാ അമ്പിയാക്കളും വന്നത് എന്നാണ്. ഇങ്ങനെ അള്ളാന്റെ പേരിൽ പച്ചക്കള്ളം പറയലല്ലേ മൗലവിമാരെ പരിപാടി. എന്നാ സഹോദര, അള്ളാഹ് ഖുർആനിൽ പറയുന്നതോ ഖുൽ അഫഗൈറല്ലാഹി തഅ്മുറൂനി അഅ്ബുദു അയ്യുഹൽ ജാഹിലൂൻ. ഞാൻ ശേഷം കേൾപ്പിക്കുന്നുണ്ട് അബൂജഹൽ അള്ളാനെ അറിഞ്ഞ ആളാണ് എന്ന് മൗലവി പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിളിക്കാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞു അയ്യുഹൽ ജാഹിലൂൻ, ഓ ജാഹിലീങ്ങളെ, മുശ്രിക്കീങ്ങളെ വിളിക്കാൻ പറയാണ്. ജാഹിലീങ്ങളെ, നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്നത് അള്ളാഹ് അല്ലാത്തവരെ ആരാധിക്കാനാണോ? അപ്പൊ ആരാധന അള്ളാഹ്ക്ക് മാത്രം എന്ന് പറയാനാ അമ്പിയാക്കൾ വന്നത്, അല്ലാതെ ഔലിയാക്കളോട് സഹായം ചോദിക്കരുത് എന്ന് പറയാനല്ല. അമ്പിയാക്കളോട് സഹായം ചോദിക്കരുത് എന്ന് പറയാൻ വേണ്ടി ഒരൊറ്റ നബിനെയും അള്ളാഹ് അയച്ചിട്ടില്ല. ഔലിയാക്കളോട് സഹായം ചോദിക്കരുത് എന്ന് പറയാൻ വേണ്ടി ഒരൊറ്റ നബിനെയും അള്ളാഹ് അയച്ചിട്ടില്ല. അയച്ചത് മുഴുവനും ആരാധന അല്ലാഹുവിന് മാത്രമാക്കണം എന്ന് പറയാനാണ്. ഇത് നമ്മൾ പറയുമ്പോ മൗലവി പറഞ്ഞതാണ് എന്ത്? അമ്പിയാക്കളൊക്കെ വന്ന് നൂഹ് നബി ഇസ്ലാം വന്ന് എല്ലാ നബിമാരും വന്ന് സാലിഹീങ്ങളോട് സഹായം ചോദിക്കരുത് എന്ന് പറയാനാണ്. ആ മൗലവിനെ കൊണ്ട്
സഹോദരന്മാരെ, ഞാൻ ഇടിക്കാൻ പോവാണ്. ഈ നാദാവൃത്തുന്ന് മൗലവി തന്നെ നാവ് കൊണ്ടങ്ങ് പറഞ്ഞുപോയി, അമ്പിയാക്കള് വന്നത് വിഗ്രഹങ്ങളെ ആരാധിക്കരുത് എന്ന് പറയാനാണ്. അതിനാണ് ശ്രമകരമായ സർവ്വ പരിപാടിയും അമ്പിയാക്കൾ ചെയ്തത് എന്ന് മൗലവിന്റെ നാവ് കൊണ്ട് തന്നെ സത്യം പറഞ്ഞുപോയി. അതൊന്ന് കൽപ്പിച്ചോട്ടവനെ. ഈ അമ്പിയാക്കന്മാര് മുഴുവനും ഏതൊക്കെ അമ്പിയാക്കന്മാര് ലോകത്ത് വന്നിട്ടുണ്ടോ സർവ അമ്പിയാക്കന്മാരും കാനൂ അവരായിരുന്നു യംനഊനഹും മിൻ ഇബാദത്തിൽ അസ്നാം. അവരുടെ കാലഘട്ടത്തിലെ ജനങ്ങളോടൊക്കെ അവർ പ്രധാനമായി പറഞ്ഞത്, അവർ പഠിപ്പിക്കേണ്ടി വന്നത് എന്താണ്? വിഗ്രഹങ്ങളെ നിങ്ങൾ ആരാധിക്കരുത്, അസ്നാമുകളെ നിങ്ങൾ ആരാധിക്കരുത്. ആ നിലക്ക് അല്ലാഹുവല്ലാത്തവർക്കുള്ള ആരാധനയെയാണ്, അത് വിരോധിക്കാൻ വേണ്ടിയാണ് മഹാന്മാരായ പ്രവാചകന്മാരൊക്കെ ശ്രമകരമായ പ്രവർത്തനം നടത്തേണ്ടി വന്നത്. അപ്പൊ എന്തിനാണ് അമ്പിയാക്കൾ വന്നത്? എന്തിനാ പ്രവർത്തിച്ചത്? നിങ്ങൾ അല്ലാത്തവരെ ആരാധിക്കരുത് എന്ന് പറയാൻ. അതാര്? അസ്നാം, വിഗ്രഹങ്ങൾ. മൗലവിന്റെ നാവ് കൊണ്ട് സമ്മതിപ്പിച്ചു. സമ്മതിപ്പിച്ചു ഇവിടെ. ഇനിയോ? ഇനി ഇന്നലെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിരുന്നില്ലേ, നമ്മളൊക്കെ മുശ്രിക്കുകളാണ് എന്നല്ലേ പറഞ്ഞത്? അബൂജഹലിന്റെ അതേ കക്ഷികളാണ് മുശ്രിക്കാണ്, കാഫറാണ് എന്നല്ലേ മൗലവിമാര് പറഞ്ഞത്? ഹജ്ജിന് പോകുന്നവർ മുശ്രിക്കാണ് എന്നല്ലേ പറഞ്ഞത്? എന്നാൽ സക്കരിയ സലാഹിനെ കൊണ്ട് ഞാൻ ഇടിക്കുന്നത് കേട്ടോളൂ. സക്കരിയ സലാഹി പറയുന്നു, സുന്നികളൊക്കെ മുസ്ലിമീങ്ങളാണ്, മുശ്രിക്കീങ്ങളല്ല. അത് കേട്ടോളൂ നിങ്ങൾ. പക്ഷെ അത് എവിടുന്നാ പറഞ്ഞതെന്നറിയോ? സുന്നികൾ ഭൂരിപക്ഷമുള്ള സ്ഥലത്തുനിന്ന്. സുന്നികൾ ഭൂരിപക്ഷമുള്ള സ്ഥലത്തുനിന്ന്. അപ്പൊ എന്ത് ചെയ്തു? മൂപ്പര് പറഞ്ഞു സുന്നികളൊക്കെ മുസ്ലിമീങ്ങളാണ്. അപ്പൊ കുട്ടികൾ കൂക്കൊളിച്ചപ്പോ ഇയാള് പറയുന്നു, കൂക്കുങ്ങൾ നന്നായിട്ട് വിളിക്കണോ? അതും ഞാൻ കേൾപ്പിച്ചു തരാം. കാരണം സാധാരണ മുസ്ലിക്കാന്ന് പ്രസംഗിക്കുന്ന മൗലവി സുന്നികൾ കൂടുതലുള്ള സ്ഥലത്തെത്തിയപ്പോ മുസ്ലിമാണ് എന്ന് പറഞ്ഞു. പിന്നെ കുട്ടികൾ കൂക്കൊളിക്കാതിരിക്കോ? അതൊന്ന് കേൾപ്പിച്ചു കൊടുത്താൽ. സുന്നി 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 മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ്, ഈ എല്ലാ വിഭാഗങ്ങളും മുസ്ലിങ്ങളാണെന്നാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഏതെങ്കിലും ആളുകൾ കടന്നു വരുമ്പോ ഒരിക്കലും തന്നെ ഞങ്ങൾ ഷഹാദത്ത് ചൊല്ലിക്കാറില്ല. എന്താ കാരണം? അവർ മുസ്ലിങ്ങളാണ്. കേട്ടില്ലേ? എന്താ കാരണം? അവർ മുസ്ലിങ്ങളാണ്. ഇന്നലെ ഞാൻ കേൾപ്പിച്ചത് എന്തായിരുന്നു? മുശ്രിക്കാണ്. എന്താ പറയുന്നത്? മുസ്ലിമാണ്. ഇത് കേട്ടപ്പോ അവിടെയുള്ള ചെറുപ്പക്കാർ കുട്ടികൾ കൂക്കൊളിച്ചു. അതൊന്ന് വെച്ചുകൊടുത്താ അവനെ. നിങ്ങൾ ഇങ്ങനെ കൂക്കണം, കൂക്കിയിട്ടാ ഞങ്ങൾ വളർന്നത്. നിങ്ങൾ കൂക്കിയാലേ നിങ്ങളാവുള്ളൂ. ഇനിയും കൂക്കണം നിങ്ങൾ. അപ്പോ ഇങ്ങനെയായ കൂക്ക് കിട്ടൂലേ? ഒരിക്കലൊന്ന് പറയാ, ഒരാളൊന്ന് പറയാ, പിന്നൊന്ന് പറയാ, ഒരേ ദിവസം പല നിലക്ക് പറയാ. ഇങ്ങനെയാ കൂക്കൊലിക്കൂലേ മനുഷ്യന്മാര്? സാധാരണ. ഇനി സഹോദരന്മാരെ, ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പോകുന്നത്, ഞാനിവിടെ മൗലവിയുടെ പ്രസംഗം ഖണ്ഡിക്കുന്ന സമയത്ത് ഞാൻ മുജാഹിദിന്റെ പരിഭാഷ വായിച്ചുകൊണ്ട്, ഇന്നലെ നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചല്ലോ, പരിഭാഷ വായിച്ചുകൊണ്ട് ഞാൻ സമർത്ഥിച്ചു, അള്ളാഹുവിൽ അബൂജഹലും കക്ഷികളും വിശ്വസിച്ചിട്ടില്ല. അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വിശ്വാസമാണ്. അത് അബൂജഹലും കക്ഷികൾക്കും ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഖുർആനും ഹദീസും ഉദ്ധരിച്ച് പ്രസംഗിച്ചു. കഫറൂ ബി റബ്ബിഹിം, അവർ അവരുടെ രക്ഷിതാവിൽ അവിശ്വസിച്ചവരാണ് എന്ന് മുജാഹിദിന്റെ പരിഭാഷ ഞാൻ എടുത്തു കാണിച്ചു. എന്നിട്ട് നിങ്ങളെയൊക്കെ ഞാൻ ഇന്നലെ നിങ്ങൾ കേൾപ്പിച്ചിട്ടുണ്ട്, ആദ്യം എന്റെ പ്രസംഗത്തിൽ ബോധ്യപ്പെടുത്തി. എന്നാലേ മൗലവി ഒരു തട്ടിപ്പ് നടത്തും. തട്ടിപ്പ് പറയൂ. പരിഭാഷ എന്ന് പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കണേ. ഖുർആൻ പരിഭാഷ എന്ന് പറഞ്ഞ ആയത്തിന്റെ നേരെ ഇവർ വലിയ അക്ഷരത്തിൽ എഴുതുന്നതാണ് അവരെ പരിഭാഷ. ഞാൻ പരിഭാഷന്റെ ആളല്ല, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വരവരഞ്ഞിട്ട് ചോടക്കുറെ എഴുതും, അതിന്റെ പേര് വ്യാഖ്യാനം എന്നാ. അത് മൗലവിമാരെ സ്വന്തം വക എഴുതുന്നതാ. മേലുള്ളത് വാക്കിന്റെ അർത്ഥ, ചോടുള്ളത് മൗലവിന്റെ വകയാ. അപ്പൊ പരിഭാഷ, നിങ്ങളുടെ പരിഭാഷയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൽ അവർ വിശ്വസിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. ചില സ്ഥലത്ത് വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില സ്ഥലത്ത് ഇവർ വ്യാഖ്യാനത്തിൽ അള്ളാഹുവാണ് ആകാശവും ഭൂമിയൊക്കെ പടച്ചത് എന്ന് വിശ്വസിച്ചിരുന്നു എന്ന് വ്യാഖ്യാനത്തിൽ ചില സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. പരിഭാഷയിലല്ല. പരിഭാഷയിൽ പറയാൻ അവർക്ക് ഒരു സ്ഥലവും കിട്ടിയിട്ടില്ല. വ്യാഖ്യാനത്തിൽ പറഞ്ഞു. അത് വായിച്ചിട്ട് പരിഭാഷയിൽ ഇങ്ങനെയുള്ളതെന്ന പേരോട് പറഞ്ഞ് വാസ്തവത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് മറ്റു മൗലവി മുജാഹിദ് നിങ്ങളെ കബളിപ്പിക്കുന്നു. അത് ശരിക്ക്
നിങ്ങളൊന്ന് കേട്ടോളി, എന്നിട്ട് ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി പറഞ്ഞുതരാം. നമ്മുടെ പരിഭാഷയിൽ നിന്ന് വായിച്ചിട്ട് പോലും നമ്മുടെ പരിഭാഷയിൽ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അവരും വിശ്വസിക്കുന്നു. അത് മൂപ്പരോടെ മൂടി വെച്ചു. കേട്ടോളൂ വാചകം. ആകാശഭൂമികളും അവയിലെ വസ്തുക്കളുമെല്ലാം അള്ളാഹുവിൻ്റെതാണ്. അവന്റെ സൃഷ്ടിയും അവന്റെ ഉടമയിലുമാണ്. അവയുടെ മുഴുവൻ നിയന്ത്രണവും കൈകാര്യവും അവന്റെ പക്കലാണ് എന്നെല്ലാം മുശ്രിക്കുകളും വിശ്വസിക്കുന്നു. വിശ്വസിക്കൂലെന്നല്ല, മുശ്രിക്കുകളും വിശ്വസിക്കുന്നു. മൗലവി, നിങ്ങളുടെ പരിഭാഷയെങ്കിലും ഒന്ന് വായിച്ചൂടെ എന്നാണ് എന്നോട് ചോദിച്ചത്. മൗലവി, അത് പരിഭാഷയിലെ വാചകാണോ? അത് നിങ്ങളെ വ്യാഖ്യാനത്തിലെ വാചകാണ്. പരിഭാഷയിൽ അങ്ങനെയില്ല. ഇതാ പരിഭാഷ എന്റെ കയ്യിലുണ്ട്. വ്യാഖ്യാനാണത്, പരിഭാഷ അല്ല. പരിഭാഷയിൽ അങ്ങനെ ഒരു ലഫ്ള് നിങ്ങളെ പറഞ്ഞ പേജിൽ അല്ല, മറ്റൊരു പേജിൽ ഖിയാമത്താണ് വരെ കാണിക്കാൻ സാധ്യമല്ല. അത് വായിച്ച വ്യാഖ്യാന, പരിഭാഷയിലില്ലത്. മുജാഹിദിന്റെ മൗലവിമാർ വന്ന് പ്രസംഗിക്കുമ്പോ ഈ സാധു മുജാഹിദുകൾ ചിരിക്കുന്നത് കണ്ടിട്ട് അത് ഞങ്ങളോട് നടക്കൂല വിചാരിച്ചത്. അത് ഞങ്ങളോട് നടക്കൂല. ഇനി ഞാൻ പറയട്ടെ സഹോദരന്മാരെ, എന്നാൽ അള്ളാഹുവിൽ വിശ്വാസമുണ്ട് എന്ന് ഈ വ്യാഖ്യാനത്തിലും ഇല്ലട്ടോ. വ്യാഖ്യാനത്തിലും പറഞ്ഞ എന്താ? ആകാശഭൂമികളും അവയിലെ വസ്തുക്കളുമെല്ലാം അള്ളാഹുവിൻ്റെതാണ്, അവന്റെ സൃഷ്ടിയും അവന്റെ ഉടമയിലുമാണ്, അവയുടെ മുഴുവൻ നിയന്ത്രണവും കൈകാര്യം അവന്റെ പക്കലാണ് എന്നെല്ലാം മുശ്രിക്കുകളും വിശ്വസിക്കുന്നു. അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്നല്ല. അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്ന ഒന്ന് വേറെയാണ്, അള്ളാഹുവിൻ്റെതാണെന്ന് വിശ്വസിക്കൽ അതൊന്ന് വേറെയാണ്. അതെങ്ങനെയാ മൂല്യം? രണ്ടും വേറെ. പറഞ്ഞുതരാം. ഇസ്ലാം എന്ന് പറയുന്ന മതം, അങ്ങനെ ഒരു മതം ഉണ്ട് എന്നൊരു ഹിന്ദു വിശ്വസിക്കുന്നു. അത് ഇസ്ലാമിൽ വിശ്വസിക്കലല്ല. ഹിന്ദു മതം ഉണ്ടെന്നൊരു മുസ്ലിം വിശ്വസിക്കുന്നു. അത് ഹിന്ദു മതത്തിൽ വിശ്വസിക്കലല്ല. ശരിക്കും മനസ്സിലാക്കണം. ഒരു ഹിന്ദുവിനോട് ഒരാൾ ചോദിച്ചു, ഇസ്ലാം മതം ഉണ്ടോ? ഉണ്ട്. ഹിന്ദുവിനോട് ചോദിച്ചു, അത് നല്ല മതമാണോ? അത് നല്ല മതമാണ്. അയാൾ ഇസ്ലാം മതത്തിൽ വിശ്വസിച്ചോ? ഇസ്ലാം മതം നല്ല മതമാണ് എന്ന് ഒരു ഹിന്ദു പറഞ്ഞാൽ ആ പറഞ്ഞവൻ ഇസ്ലാം മതത്തിൽ വിശ്വസിച്ചോ? ഇസ്ലാം മതത്തിൽ വിശ്വസിച്ചു പറയുന്നുണ്ട്? പറയൂല. എനിക്ക് കേട്ടോ, സെലഫിനോട് ഒരാൾ ചോദിച്ചു, അയാളോട് ചോദിച്ചു, ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങളും അംഗീകരിക്കുന്ന മതം ഏതാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു ഹിന്ദു മതം. അതുകൊണ്ട് ഹിന്ദു മതത്തിൽ വിശ്വസിക്കലാവോ സെലഫി? അതുകൊണ്ട് ഹിന്ദു മതത്തിൽ വിശ്വസിക്കലാവോ? ഒരു സെലഫി ഇന്ത്യയിലെ ഭൂരിപക്ഷം അംഗീകരിച്ച മതം ഹിന്ദു മതമാണെന്ന് പറഞ്ഞാൽ ഹിന്ദു മതത്തിൽ വിശ്വസിക്കലാകുമോ? ഒരു സംഗതിക്ക് ഇന്നതുണ്ട് എന്നൊരാൾ പറഞ്ഞാൽ ആ സംഗതിയിൽ വിശ്വസിക്കലാവോ? ആവൂല. ഞാൻ പറഞ്ഞത് ബുദ്ധിയുള്ള ചെറുപ്പക്കാർ ചിന്തിക്കാൻ വേണ്ടിയാൽ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതും അള്ളാഹു ഉണ്ടെന്ന് പറയലും രണ്ടും രണ്ടാണ്. ഇത് ഞാൻ മുമ്പ് പ്രസംഗത്തിൽ പറഞ്ഞതാ. നിരീശ്വരവാദിയാകാതിരുന്നാൽ പോരാ. അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പറയണമെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് അത് നമുക്ക് പഠിപ്പിച്ചു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ വിശ്വാസത്തിനാണ് അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത്. അത് അബൂജഹലിനുണ്ടായിട്ടില്ല, മുശ്രിക്കീങ്ങൾക്കുണ്ടായിട്ടില്ല. അവിടെയാണ് അബൂജഹലും അല്ലാത്തവരും തമ്മിൽ വേർപിരിയുന്ന ഏറ്റവും വലിയ രംഗം. മുസ്ലിമീങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ബുദ്ധി വേണം, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണം. ഇനി ഞാൻ പറയട്ടെ സഹോദരന്മാരെ, ഈ മൗലവി ഇവിടെ കളവ് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുകയാണ്. പരിഭാഷയിൽ ഇല്ലാത്ത കാര്യം പരിഭാഷയിലാണെന്ന് പറഞ്ഞ് വായിക്കുകയാണ്, വ്യാഖ്യാനത്തിൽ വായിക്കാൻ. ആ വായിച്ചതിലും അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ശരിക്കും മനസ്സിലാക്കി വെച്ചോളി. ഇയാള് സൂറത്തുൽ മുഅ്മിനൂനയിൽ നിന്ന് ആയത്തിൽ അള്ളാഹുവിൽ അബൂജഹലും കക്ഷികളും വിശ്വസിച്ചിരുന്നു എന്നതിന് ആയത്തോടി ആ ആയത്തിൽ ഒരൊറ്റ സ്ഥലത്തും അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. അതിലുള്ളത് എന്താണ്? ആകാശം ഭൂമിയൊക്കെ ആരുടേതാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെതാണ് എന്ന് പറയൂ. അള്ളാഹുവിൻ്റെതാണെന്ന് വിശ്വസിക്കുന്നുമല്ല, അള്ളാഹുവിൻ്റെതാണെന്ന് പറയും. പറഞ്ഞുകൊണ്ട് വിശ്വാസമാവോ? പറഞ്ഞതുകൊണ്ട് വിശ്വാസമാവോ? ആവൂല. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. നമ്മളെ പണ്ഡിതന്മാര് നിങ്ങൾ ശംസുല്ലുലമയെ തള്ളുക, താജുല്ലുലമയെ തള്ളുക എന്നല്ലേ ഇന്നലെ മൗലവി ഞാൻ കേൾപ്പിച്ചില്ലേ? ശംസുല്ലുലമയും താജുല്ലുലമയൊക്കെ ഈ എത്ര വലിയ ബുദ്ധിയുള്ള പണ്ഡിതന്മാരാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. കോടതിയിലെത്തിയ ഒരു കേസിന് ആര്? ശംസുലുലമ ഇ.കെ. മുസ്ലിയാർ കോടതിയിൽ അപ്പുറത്തെ വക്കീലിന്റെ ചോദ്യം ഒരു അമുസ്ലിം വക്കീലാ ചോദിക്കുന്നത്.
അപ്പുറത്ത് കാദിയാനിയാണ് അപ്പുറത്തുള്ളത് എന്നാണ് എൻ്റെ ഓർമ്മ. ഇനി മുസ്ലിം വക്കീലിനെ കൊണ്ടുവന്ന അറുവശത്തുള്ള കാദിയാനിയാണ്. ഈ കാദിയാനി മുസ്ലിമാണെന്നാണ് വക്കീലിന് സമർത്ഥിച്ചെടുക്കേണ്ടത്. ബഹുമാനപ്പെട്ട ഇ.കെ. ഉസ്താദിന് സമർത്ഥിക്കേണ്ടത് മുസ്ലിം അല്ല എന്നാണ്. അപ്പൊ ഇ.കെ. ഉസ്താദിനോട് ചോദ്യമാണ്. എന്താ ചോദ്യം? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ആവൂലേ മുസ്ലിയാരേ എന്ന് ചോദിച്ചു. ഉടനെ തന്നെ ഉസ്താദ് ചോദിച്ചു, അപ്പൊ നിങ്ങളിപ്പോ മുസ്ലിം ആയോ എന്ന് ചോദിച്ചു. ഇ.കെന്റെ മറുപടി, ഇപ്പൊ നിങ്ങൾ മുസ്ലിം ആയോ എന്ന് ചോദിച്ചു. ജി എടുത്ത് മതി എനിക്ക് ചോദിക്കണ്ടാന്ന്. അതാ ആലിമീങ്ങൾ കേട്ടോ. അപ്പൊ പറഞ്ഞേ കൊണ്ട് മുസ്ലിം ആവൂല, വിശ്വസിക്കണം. അവിടെയാ വിഷയം. വിശ്വാസം ഒന്ന് വേറെ, പറച്ചലൊന്ന് വേറെ. വിശ്വാസമുണ്ട് എന്നതിന് പറച്ചൽ തെളിവായിട്ട് അംഗീകരിക്കപ്പെടും, അതിൻ്റെതായ രൂപത്തിൽ പറഞ്ഞാൽ. കേട്ടോ, ഇനി മനസ്സിലാക്കി വെച്ചോ സഹോദര. എന്താ പറഞ്ഞത്? സൂറത്തുൽ മുഅ്മിനൂനിൽ ഒരൊറ്റ സ്ഥലത്തും അതേ യഖൂലൂന ലില്ലാഹ് സയഖൂലൂന ലില്ലാഹ്, ലില്ലാഹ് അല്ലാഹ്ക്കാണ് എന്ന് പറയുന്നല്ലാതെ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഖുർആനിലില്ല. അത് നിങ്ങൾ പച്ചക്കള്ളം പറഞ്ഞുണ്ടാക്കിയതാണ് ഖുർആനിന്റെ പേരിൽ. അതുകൊണ്ട് ഞാനത് വിശദീകരിച്ചപ്പോ എന്റെ ചെറുപ്പക്കാർ ശരിക്കും പഠിച്ചോ. 3 പോയിന്റുകളായിരുന്നു എന്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞത് പ്രധാനമായി. ഒന്ന് ഈ സൂറത്തുൽ മുഅ്മിനൂനിൽ മൗലവി ഉദ്ധരിച്ച ആയത്തിൽ വിശ്വസിക്കും എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെന്താ ഉള്ളത്? അവരോട് ചോദിച്ചാൽ ആകാശവും ഭൂമിയൊക്കെ ഇവിടെയൊക്കെ റബ്ബാരാണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെതാണെന്നവർ പറയും. ഇത്രയേ ഉള്ളൂ. അള്ളാഹുവിൽ വിശ്വസിക്കൂന്ന് അവിടെ ഇല്ല. ഇതാണ് ഒരു പോയിന്റ്. മറ്റൊന്ന്, അള്ളാഹ് പറയുന്നുണ്ട് അവരെ പറ്റി അവസാനം വഇന്നഹും ലകാദിബൂൻ. ആ മറുപടി പറയുന്ന മുശ്രിക്കീങ്ങൾ കള്ളവാദികളാണ്, കളവ് പറയുന്നവർ തന്നെ. ഈ രണ്ടർത്ഥാണ് ഖുർആനിന്റെ നിങ്ങളെ പരിഭാഷയിൽ പറഞ്ഞത്. അബൂജഹൽ പറഞ്ഞു എന്നാ ഖുർആനുള്ള വിശ്വസിക്കുന്നു എന്നല്ല. അപ്പൊ പറഞ്ഞത് ആരാന്നാ ഖുർആൻ പറഞ്ഞത്? കള്ളനാണ്, കള്ളവാദിയാണ്. കള്ളവാദിന്റെ വാക്ക് അത് തെളിവിന് പറ്റുമോ മൗലവി? ഇതാ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, അള്ളാഹ് തന്നെ ഈ ആയത്തിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട് ഈ പറയുന്ന കക്ഷികള് അള്ളാഹുവിന് മരിച്ചവരെ ഹയാത്താക്കാൻ കഴിവില്ലെന്ന് വാദിക്കുന്ന കക്ഷികളാണ് ഒന്ന്. രണ്ടാമത്തത്, ഈ ആയത്തിന്റെ ശേഷം പറയുന്നുണ്ട് ഈ പറഞ്ഞ കക്ഷികളായ അബൂജഹലും കക്ഷികളും പറയുന്നത് പോലെ അള്ളാഹുവിന് പുറമെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവങ്ങൾ തമ്മിൽ പോരടിച്ച് ലോകം തന്നെ നശിച്ചു പോകുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് മനസ്സിലായി ഈ അബൂജഹലും കക്ഷികളും വിശ്വസിച്ചത് പരസ്പരം പോരടിക്കാൻ ശക്തിയുള്ള ദൈവങ്ങളിലാണ്. പരസ്പരം പോരടിക്കാൻ, അള്ളാഹിനോട് പോരടിക്കാൻ ശക്തിയുള്ള ദൈവങ്ങളിലാണ്, ഒരു കഴിവില്ലാത്ത ഒരു ദൈവത്തിലല്ല എന്ന് അതുകൊണ്ട് മനസ്സിലാകുന്നുണ്ട്. അല്ലെ പിന്നെ അള്ളാഹ് പറഞ്ഞു വെറുതെയാവും. മറ്റൊന്ന്, അള്ളാഹുവിന് സന്താനങ്ങളുണ്ടെന്ന് അബൂജഹലും കക്ഷികളും വിശ്വസിച്ചിരുന്നു. അതും ശേഷമുള്ള ആയത്ത് പറയുന്നുണ്ട്. ഇവിടെ മൗലവി എന്ത് ചെയ്തു? ഞാനീ പറഞ്ഞ പോയിന്റുകളൊക്കെ വാസ്തവത്തിൽ മറികടക്കാനായിരുന്നു മൗലവി ആദ്യ ഭാഗവും ശേഷമുള്ള ഭാഗവും മൂടി വെച്ചിരുന്നത്. ഇത് ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണേ. ആ പറഞ്ഞതിനെ ഗണ്ണിക്കാൻ വേണ്ടി മൗലവി ഇവിടെ വന്നിട്ട് ഗണ്ണിക്കാൻ സാധിച്ചില്ല, മറുപടി പറഞ്ഞില്ല. ആ പോയിന്റുകൾ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് വെച്ചുകൊടുത്താ മോനെ. ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, അറിവില്ലാത്ത ഈ പാപങ്ങളെ ഇവരെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയല്ലേ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തിട്ട്. കപടന്മാരും അവിശ്വാസികളുമായ മുശ്രിക്കുകളുടെ വാക്കല്ലേ. അതൊക്കെ പടച്ചതാരാണ്, കൊടുക്കുന്നതാരാണ്? നീക്കും അള്ളയാണെന്നുള്ളത് മുശ്രിക്കുകളുടെ വാക്കല്ലേ. മുശ്രിക്കീങ്ങളെ വാക്ക് നമുക്ക് തെളിവാണോ? അള്ളാന്റെ വാക്കല്ലേ നമുക്ക് തെളിവ്. മുശ്രിക്കീങ്ങളാണ് അത് പറഞ്ഞതെന്ന് ഖുർആനിൽ തന്നെ ഇല്ലേ? മുശ്രിക്കീങ്ങളെ വാക്കെങ്ങനെ നമുക്ക് തെളിവാകും? നമുക്ക് തെളിവ് അള്ളാന്റെ വാക്കല്ലേ. അള്ളാഹു പറയുന്നു അവർ വിശ്വസിച്ചവരല്ല, കഫറൂ ബിറബ്ബിഹിം, അവരവരുടെ റബ്ബിൽ അവിശ്വസിച്ചവരാണ്, വിശ്വസിച്ചവരല്ല. മൗലവി ഇവിടെ എന്താ പറഞ്ഞത്? അള്ളാഹുവിൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ളതിനാണ് ആയത്ത്. ഏതാണ് ആയത്ത്? ഖുല്ലിമനിൽ അർദു വമൻ ഫീഹാ ഇൻ കുൻതും തഅലമൂൻ. ഇവിടെ മൗലവി ഓതിയ ഒരു ആയത്താണ്. ശരിക്കും പഠിച്ചോളൂ ഈ വിഷയം. എന്താണ് ഇതിന്റെ പശ്ചാത്തലം? ഒന്നാദ്യം പറയാം. ഈ ആയത്തിന്റെ പശ്ചാത്തലം എന്താണ്? 3 വിശ്വാസങ്ങളുള്ള ഒരു കക്ഷി. ഏതാ 3 വിശ്വാസം? ഒന്ന്, അള്ളാഹുവിന് മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയില്ല, ഒരു വിശ്വാസം. അത് തന്നെ ശിർക്കാണ്. കാരണം അള്ളാഹ്ക്ക് കഴിവില്ല എന്നാ വിശ്വാസം. അപ്പോ യഥാർത്ഥത്തിൽ കഴിവുള്ള അള്ളാഹുവിൽ വിശ്വസിച്ചില്ല.
മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളവർ അള്ളാഹുവിൽ അവർ വിശ്വസിച്ചില്ല. അപ്പൊ കഴിവില്ലാത്തൊരു പടച്ചവൻ അവർ പറയുന്ന സങ്കല്പം. പിന്നെ അവരുടെ വിശ്വാസം എന്താണ്? മലക്കുകൾ അള്ളാന്റെ പെൺകുട്ടികളാണ്. അപ്പൊ പെൺകുട്ടികളുള്ളവരല്ല. പിന്നെന്താ വിശ്വാസം? ഇബാദത്തിന്റെ അർഹത പടച്ചവന് മാത്രമല്ല ഞങ്ങളെ വിഗ്രഹങ്ങൾക്കും ഉണ്ട്. അപ്പോ ഏക ഇലാഹായ അല്ലല്ല, പിന്നെ ഇബാദത്തിന് അർഹതയുള്ള വേറെയുണ്ട്. അങ്ങനെ ഈ 3 ശിർക്ക്, ഈ 3 ബഹുദൈവ വിശ്വാസം, ഈ 3 ബഹുദൈവ വിശ്വാസമുള്ള കക്ഷികൾ, ആ കക്ഷികളുമായിട്ട് വാദപ്രതിവാദം നടത്താൻ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാൻ, വജാദിൽഹും ബില്ലത്തി ഹസൻ എന്ന് പറഞ്ഞില്ലേ? നബിയെ, തങ്ങൾ അവരോട് സംവാദം നടത്തി, തങ്ങൾ അവരോട് ചോദ്യം പറഞ്ഞു കൊടുക്കുക. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുശ്രിക്കുകളോട് ചോദിക്കേണ്ട ചോദ്യം പറഞ്ഞു കൊടുക്കുക. ആ ചോദ്യം പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് മൗലവിയുടെ മൂടി വെച്ചൊക്കെ ഞാൻ പറയാൻ പോവാം. അതിന് മുമ്പ് അല്ല എന്താ ചെയ്യുന്നത്? അവരാരാണെന്ന് ജനങ്ങളെ പഠിപ്പിക്കണം. ആര്? മക്കാ മുശ്രിക്കുകൾ. അല്ല പറയാന് അയാൾ ഇവിടെ ഓതിയ ആയത്ത് 84-ാമത്തെ ആയത്ത് സൂറത്തുൽ മുഅ്മിനൂൻ. ഞാനിപ്പോ ഓതുന്നത് 80-ാമത്തെ ആയത്ത്. അവിടെ അങ്ങോട്ട് 84-ലേക്ക് ഞാൻ എത്തും. വഹുവല്ലദീ യുഹീ വയുമീതു വലഹു ഇഖ്തിലാഫുൽ ലൈലി വന്നഹാരി അഫലാ തഖിലൂൻ. അർത്ഥം ഞാൻ എന്റെ പറയിലൊക്കെ അവരെ പരിഭാഷ വയ്ക്കും. അവൻ തന്നെയാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനും രാവും പകലും വ്യത്യാസപ്പെടുത്തുന്നതും അവന്റെ വകയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിരുത്തുന്നില്ലേ? ഇവിടെ ആകാശങ്ങളെയും ഭൂമികളെയും ഒക്കെ പടച്ച് രാത്രിയും പകലുമൊക്കെ നിയന്ത്രിക്കുന്ന റബ്ബ്, ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന റബ്ബ്, ആ റബ്ബിന് മരിച്ചവരെ ഹയാത്താക്കാൻ കഴിയൂല എന്ന് പറയുന്ന നിങ്ങൾ ബുദ്ധിയില്ലാത്തവരല്ലേ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. എന്നിട്ടല്ല പറയുന്നത് ബൽ ഖാലൂ മിസ്ല മാ ഖാലൽ അവ്വലൂൻ. എന്നാൽ പൂർവീകന്മാര് പറഞ്ഞ അതേമാതിരി അവർ പറയുകയാണ്. അവരെ മുൻഗാമികളായ ചിലർ മരിച്ചതിന് ശേഷം ജീവിതമില്ലെന്ന് പറഞ്ഞു, അദ്ദേഹം ഇവരും പറയാണ്. അല്ലല്ലാത്ത ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇവരും പറയാണ്. അള്ളാഹ്ക്ക് പെൺകുട്ടികളുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇവരും പറയാണ്. അല്ല പറയാ ചോദിക്കാണ്, ആരോ ആ പൂർവീകന്മാരെന്താ പറഞ്ഞത്? അവര് പറയുന്നത് ഞങ്ങൾ മരിക്കുകയും മണ്ണും എല്ലുമായി തീരുകയും ചെയ്താൽ ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരായിരിക്കുമെന്നോ? അത് സംഭവ്യമല്ല. മരിച്ചതിന് ശേഷം ജീവിക്കൂല എന്നാണ് അവർ പറയുന്നത്. എന്നിട്ടുള്ള പിന്നെയും പറയാണ്, ലഖദ് വഅദിനാ നഹ്നു വആബാഉനാ ഹാദാ മിൻ ഖബ്ലു ഇൻ ഹാദാ ഇല്ലാ അസാതീറുൽ അവ്വലീൻ. അവർ പിന്നെയും പറയാണ്, ഞങ്ങളോടും മുമ്പ് ഞങ്ങളുടെ പിതാക്കളോടും ഇത് വാഗ്ദത്തം ചെയ്യപ്പെടുകയുണ്ടായിട്ടുണ്ട്. ഇത് പൂർവീകന്മാരുടെ പഴങ്കഥകളല്ലാതെ വേറെ ഒന്നുമല്ല. മരിച്ചവർ ജീവിക്കുന്നത് വെറുതെ പറയാണ്, പഴങ്കഥയാണ്. അങ്ങനെയാണ് മരിച്ചവരൊക്കെ ജീവിച്ച് വരണ്ടേ എന്ന് അബൂജഹൽ ചോദിക്കുന്നത്. മനസ്സിലായില്ലേ? അബൂജഹലിന്റെ ചോദ്യമോ, അങ്ങനെ എത്ര ആൾ മരിച്ചു, ആരും വരുന്നത് കാണുന്നില്ലല്ലോ. പിന്നെയോ ആ അബൂജഹലിനെ നേരിടാൻ വേണ്ടി ചോദ്യം പറഞ്ഞു കൊടുക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല ഖുൽ, നബിയെ ചോദിക്കൂ, പറയൂ, ലിമനിൽ അർളു വമൻ ഫീഹാ. ലിമനിൽ അർളു, ഭൂമിയും അതിലുള്ളവരും ആരുടേതാണ്? നിങ്ങൾക്കറിയാമെങ്കിൽ പറയൂ. ഇൻ കുന്തും തഅലമൂൻ ഫീഹാ ഇൻ കുന്തും തഅലമൂൻ. സയഖൂലൂന ലില്ലാഹ്, അവർ പറഞ്ഞുകൊള്ളും അല്ലാഹുവിൻ്റെതാണ് എന്ന് പറയുക. എന്നാൽ നിങ്ങൾ ആലോചിക്കുന്നില്ലേ? അവർ പറഞ്ഞുകൊള്ളും അല്ലാഹുവിൻ്റെതാണ്. അവർ വിശ്വസിക്കുന്നു അല്ലാഹുവിൻ്റെതാണ് എന്നല്ല, അവർ പറഞ്ഞുകൊള്ളും. അവർ പറയുന്നത് അങ്ങനെയാണ്, മറുപടി കിട്ടാതിരിക്കുമ്പോൾ പറയുന്നത് അങ്ങനെയാണ്, അല്ലാഹുവിൻ്റെതാണെന്ന് പറയുക. എന്നാൽ നിങ്ങൾ ആലോചിക്കുന്നില്ലേ? നിങ്ങൾ ആലോചിക്കുന്നില്ലേ? അള്ളാഹിൻ്റെതാണേ പിന്നെ നിങ്ങൾക്ക് എന്തേ മരിച്ചാൽ ജീവിതം ഉണ്ടെന്ന് വിശ്വസിച്ചാൽ നിങ്ങൾക്ക് എന്തേ അള്ളാഹിനെ തന്നെ ആരാധിച്ചാൽ? ഇതാ നിങ്ങൾ ആലോചിക്കുന്നില്ലേ? ഖുൽ മൻ റബ്ബുസ് സമാവാതി സബഇ വറബ്ബുൽ അർശിൽ അദീം. ചോദിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും ചോദ്യം പഠിപ്പിക്കുകയാണ് അല്ലാഹു തആല. ചോദിക്കുക, 7 ആകാശങ്ങളുടെ നാഥനും മഹത്തായ അർശിന്റെ നാഥനും ആരാ? സയഖൂലൂന ലില്ലാഹി ഖുൽ അഫലാ തത്തഖൂൻ. അവർ പറഞ്ഞുകൊള്ളും അതും അല്ലാഹുവിൻ്റെതാണെന്ന് പറയുക. എന്നാൽ നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ? അള്ളാഹിൻ്റെതാണെന്ന് പറയുന്ന നിങ്ങൾ എന്തേ സൂക്ഷിക്കാത്തത്? പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ഷഹാദത്ത് കലിമ അംഗീകരിക്കണ്ടേ? നിങ്ങൾ എന്നെ പിന്തുടരണ്ടേ? ഇതാണ് ചോദ്യം. ഇനിയും കേട്ടോളൂ. അതാ അല്ലാഹു തആല വീണ്ടും ചോദ്യം പഠിപ്പിക്കുന്നു. ഖുൽ മൻ ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ വഹുവ യുജീറു വലാ യുജാറു അലൈഹി ഇൻ കുന്തും തഅലമൂൻ. ചോദിക്കുക, എല്ലാ വസ്തുവിന്റെയും ഭരണാധികാരം തന്റെ കൈവശമാണ്. അവനാണ് രക്ഷ നൽകുന്നത്. അവനെതിരിൽ രക്ഷ നൽകപ്പെടുകയുമില്ല. ഇങ്ങനെയുള്ള ഒരുവൻ ആരാണ്? നിങ്ങൾക്കറിയാമെങ്കിൽ പറയൂ. സയഖൂലൂന ലില്ലാഹി ഖുൽ ഫഅന്നാ തുസ്ഹറൂൻ. അവർ പറഞ്ഞുകൊള്ളും അതെല്ലാം അല്ലാഹുവിനുള്ളതാണ് എന്ന് പറയുക. എന്നാൽ എങ്ങനെയാണ് നിങ്ങൾ മായത്തിലകപ്പെട്ടു പോകുന്നത്? അതൊക്കെ അള്ളാഹിൻ്റെതാണെന്ന് പറയുന്നത് നിങ്ങൾ എന്തേ മായത്തിലകപ്പെട്ടു പോകുന്നത്? എങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞൂടെ? ഇതൊക്കെ അള്ളാഹിന്റെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അള്ളാഹ് മാത്രമേ ആരാധ്യനുള്ളൂ എന്ന് പറഞ്ഞുകൂടെ?
നിങ്ങൾക്ക് അല്ലാഹുവിലങ്ങ് വിശ്വസിച്ചുകൂടെ? ഈ ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ അവസാനം അല്ലാഹു പറയുന്നു, ബൽ അതൈനാഹും ബിൽ ഹഖ് വഇന്നഹും ലകാദിബൂൻ. ഇവരിങ്ങനെ മറുപടി പറയുന്നതിന്റെ കാരണം അല്ലാഹു പറയാണ്, പക്ഷേ വാസ്തവത്തിൽ നാം അവർക്ക് യഥാർത്ഥവും കൊണ്ടുവന്ന് ചെന്നിരിക്കുകയാണ്. നിശ്ചയമായും അവരാകട്ടെ കള്ളവാദികളുമാണ്, കളവ് പറയുന്നവരാണ്. അപ്പൊ ഈ അബൂജഹലിന്റെ വാക്ക് കള്ളത്തരമാണ്, കാപട്യമാണ് എന്ന് അല്ലാഹു തന്നെ അവിടെ പറയുന്നില്ലേ? അള്ളയാണ് എന്ന് പറയുന്ന കക്ഷികളെ കുറിച്ച് അല്ലാഹു തന്നെ പറയുന്നു, ഇന്നഹും ലകാദിബൂൻ, അവര് കളവ് പറയുന്നവർ തന്നെ. അപ്പൊ അവർ കള്ളം പറയാണ്, കാപട്യം പറയാണ് എന്ന് അല്ലാഹു തന്നെ അവിടെ പഠിപ്പിച്ചിട്ടില്ലേ? അടുത്ത ആയത്ത് എന്താണെന്ന് നിങ്ങൾക്കറിയോ? അല്ലാഹു പറയുന്നു, മത്തഖദല്ലാഹു മിൻ വലദിൻ വമാ കാന മഅഹു മിൻ ഇലാഹിൻ ഇദൽ ലദഹബ കുല്ലു ഇലാഹിൻ ബിമാ ഖലഖ വലഅലാ ബഅദുഹും അലാ ബഅദിൻ സുബ്ഹാനല്ലാഹി അമ്മാ യസിഫൂൻ. അല്ലാഹു ഈ ചോദ്യങ്ങൾക്ക് മുഴുവനും മക്കാ മുശ്രിക്കീങ്ങള് അതേ ഭൂമിയിലുള്ളതും ഭൂമിയൊക്കെ അല്ലാഹുവിന്റേതാണ്, എല്ലാം കൊടുക്കുന്നവൻ അല്ലാഹയാണ് എന്ന് ചോദ്യത്തിന് ഇത്തരത്തിൽ മുട്ടിയപ്പോ മറുപടി പറഞ്ഞ മുശ്രിക്കീങ്ങളെ മുന്നിൽ അല്ലാഹു ശേഷം പറയുന്നത് കേട്ടോ നിങ്ങൾ. എന്താ പറയുന്നത്? അല്ലാഹു യാതൊരു സന്താനത്തെയും സ്വീകരിച്ചിട്ടില്ല. എന്താ അല്ലാഹുക്ക് മക്കളുടെ അവരുടെ വാദം? അവനോടൊപ്പം യാതൊരു ഇലാഹും ഇല്ലതാനും, അള്ളാന്റെ കൂടെ വേറെ ദൈവങ്ങളുണ്ട് എന്നാ വാദം. അതിനെ അല്ലാഹു ഗണ്ണിക്കുകയാണ്. ഉണ്ടെന്ന് വരികിൽ അല്ലല്ലാത്ത ദൈവമുണ്ടെന്നല്ലേ അബൂജഹൽ പറയുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലാഹു പറയാണ്, ഓരോ ഇലാഹും അവൻ സൃഷ്ടിച്ചതും കൊണ്ടുപോവുകയും അവരിൽ ചിലരുടെ മേൽ പൊങ്ങച്ചം കാണിക്കുകയും ചെയ്യുമായിരുന്നു. അവർ വർണ്ണിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ അല്ലാഹുമാ പരിശുദ്ധൻ. അവര് പറയുന്നത് അള്ളാന്റെ പറഞ്ഞ വേറൊരു ദൈവം ഉണ്ടെന്നല്ലേ? അപ്പൊ ആ ദൈവവും കുറച്ചുണ്ടാക്കി, കുറച്ച് ഈ ദൈവം ഉണ്ടാക്കി, എന്റെ ദൈവങ്ങൾ തമ്മിൽ തല്ലാവൂലേ എന്നാ അല്ലാഹു ചോദിക്കുന്നത്. അപ്പൊ അവർ വിശ്വസിക്കുന്നത് ഏത് ദൈവത്തിലാണ്? പരസ്പരം പോരാടാൻ കഴിവുള്ള, അള്ളയുമായി പോരാടാൻ കഴിവുള്ള ദൈവങ്ങൾ ഉണ്ടെന്നാണ് മക്കാ മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചതെന്ന് ഈ അടുത്ത ആയത്ത് വ്യക്തമായി പഠിപ്പിക്കുന്നു. ഇനി അതിന്റെ പുറമേ മുജാഹിദിൽ പെട്ടുപോയ ഏതെങ്കിലും ആളുകൾ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ചിന്തിച്ചോ. ഇത് പേരോടിന്റെ വിവരണമല്ല. നിങ്ങളെ നേതാവിന്റെ ഖുർആൻ പരിഭാഷ നോക്കിയിട്ട് മറ്റൊരായത്തിന്റെ അർത്ഥം അതാ എഴുതിയത് വായിക്കട്ടെ. ഈ ആയത്തിന്റെ അർത്ഥം വിശദീകരിച്ചുകൊണ്ട് നിങ്ങളെ മൗലവി തന്നെ നിങ്ങളെ പരിഭാഷയെ തന്നെ എഴുതുകയാണ്, പ്രപഞ്ചനാഥന് പുറമെ മറ്റു ദൈവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ അടുത്ത് ചെന്ന്, ആരടുത്ത്? പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ അടുത്ത് ചെന്ന് അവനുമായി പൊരുതി അധികാരം കൈവശപ്പെടുത്താൻ അവർ ശ്രമിക്കുമായിരുന്നു. അപ്പൊ അള്ളയായിട്ട് പൊരുതിയിട്ട് അധികാരം പിടിച്ചെടുക്കാൻ കഴിവുള്ള ദൈവങ്ങളിലാണ് മുശ്രിക്കുകൾ വിശ്വസിച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം, അത് നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ? അള്ളയാണ് ഇത് മുഴുവനും പഠിച്ചതെന്ന് പറയുന്ന നിങ്ങൾക്ക് അള്ള മാത്രമേ ദൈവമുള്ളൂ, അവന് കൂറുകാരനില്ല എന്ന വസ്തുത എന്തേ അംഗീകരിക്കാത്തത്? അത് നിങ്ങളുടെ വെറും കള്ളവാദമല്ലേ? നിങ്ങൾ ഉത്തരം മുട്ടും അങ്ങനെ പറയുന്നതല്ലേ? ഇതാണ് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. നിങ്ങളെ അമാനി മൗലവിന്റെ പരിഭാഷയിൽ ഇനിയും എഴുതുന്നത് നോക്കോ. എന്താണ് അവരെ പറ്റി വിശ്വസിച്ചത്? അള്ളാഹുവിന് സമന്മാരെ കൽപ്പിക്കുക, സന്താനങ്ങളെ കൽപ്പിക്കുക എന്നീ രണ്ടു തരം ശിർക്കിനെയും ഖണ്ഡിക്കുകയാണ് ഈ വചനങ്ങൾ ചെയ്യുന്നത്. അവൻ മക്കളെ സ്വീകരിച്ചിട്ടില്ല, അവനോടൊപ്പം വേറെ ഇലാഹുമില്ല, അവനല്ലാതെ മറ്റൊരു ഇലാഹ് ഉണ്ടായിരിക്കുവാൻ നിവൃത്തിയുമില്ല. കാരണം അവനെ കൂടാതെ മറ്റു വല്ല ഇലാഹും ഉണ്ടാകുന്ന പക്ഷം അവർ തമ്മിൽ അധികാര വടംവലിയും അവകാശ തർക്കവും അനിവാര്യമാണ്. ഇതൊന്നും കൂടാതെ ലോകമൊട്ടുക്കും ഒരേ വ്യവസ്ഥയും കീഴിൽ നിലകൊള്ളുന്നത് ആർക്കും കാണാവുന്നതാണല്ലോ. അപ്പൊ നിങ്ങൾ നോക്ക്, ഇവിടുന്ന് പ്രസംഗിച്ച എന്താ മൗലവി? മക്കാ മുശ്രിക്കുകൾ വിശ്വസിച്ച് അവരെ ദൈവങ്ങൾക്ക് ഒരു കഴിവുമില്ല, ഒന്നിനും സാധിക്കൂല, പടച്ചോന്റെ കീഴിലുള്ള ബറുവ ഔലിയാക്കളെ പറ്റി സുന്നികൾ പറയും പോലെയാണ് എന്നാ മൗലവി പറഞ്ഞല്ലേ. ഞാൻ ചോദിക്കുന്നു, അങ്ങനെയാണെ പിന്നെ അള്ളാഹ് ചോദിച്ചതിന് വല്ല അർത്ഥമുണ്ടോ? എന്ത് ഒന്നിലധികം ദൈവം ഉണ്ടെങ്കിൽ പരസ്പരം പോരടിച്ചിട്ട് ഒട്ടാകെ നശിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? കാരണം അള്ളാഹിന്റെ കീഴിലുള്ളല്ലോ, ഇവന് പോരുണ്ടാവില്ലല്ലോ. അപ്പൊ അള്ളാഹ് പറഞ്ഞത് ഒന്നിനല്ലാണ്ടായി. അപ്പൊ ഇത് സഹോദരന്മാരെ, ഈ മൗലവിമാർ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്, ആയത്തോതി കബളിപ്പിക്കുകയാണ്. ഞാനിപ്പോ പറഞ്ഞല്ലോ, ഈ മൗലവി ഉദ്ധരിച്ച ആയത്തിന്റെ ഒക്കെ അവസാനത്തിൽ
ഇവർ കളവ് പറയുന്നവരാണ് ഈ മുശ്രിക്കുകൾ. അല്ലാഹ് 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 എന്ന് പറയുന്നുണ്ടെങ്കിലും അവർ കളവ് പറയുന്നവരാണ് എന്ന് അതിന്റെ അവസാനം പറഞ്ഞിട്ടുണ്ട്. അത് മൗലവിയെ കൊണ്ട് തന്നെ അല്ലാഹ് സമ്മതിപ്പിക്കുന്നതാണ് എന്ന് നിങ്ങൾ കേൾക്കുന്നത്. ഇടക്കൊന്ന് മൗലവി വന്നാലേ നമുക്കൊരാവേശം വരും. കേട്ടോളി, നേരത്തെ ഉപരി പറഞ്ഞ എന്താ പേരുണ്ട പോലെ കാപ്പറ്റിയൊന്നുമില്ല അബൂജഹൽ എന്നല്ലേ. ഇപ്പൊ മൗലവി കൊണ്ട് സമ്മതിപ്പിക്കാൻ പറയട്ടെ, സമ്മതിക്കണം. നാം അവരിൽ സത്യവുമായിട്ട് അവരെ സമീപിച്ചിരിക്കുന്നു. സത്യം അവരിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അവരിപ്പോഴും കളവ് പറയുന്നവര് തന്നെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. അല്ലാഹ് പറയുന്നത് അവർ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നവര് തന്നെ. ഇതല്ലേ ഞാൻ പറഞ്ഞത്, അബൂജഹലിന്റെ വാക്ക് വിശ്വസിക്കണ്ട, കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. മൗലവി എന്തേ പറഞ്ഞത്? അബൂജഹൽ എന്നിട്ട് പേരോണ്ട് പോലത്തെ കാപ്പറ്റിയൊന്നുമില്ല റളിയല്ലാഹു പറയാൻ ഞാൻ ഭാഗ്യം. അബൂജഹൽ റളിയല്ലാഹു കൂടി പറയേണ്ട ചാൻസ് ഉണ്ടായിരുന്നു മൗലവി, എന്തേ പറയാനെന്നറിയില്ല. സഹോദരന്മാരെ, ഇതാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ ആ ആയത്തിനെ സംബന്ധിച്ച് അപ്പുറത്തെ ആയത്തുകളും ഇപ്പുറത്തെ ആയത്തുകളും മൗലവിമാരെ പരിഭാഷകളും വ്യാഖ്യാനങ്ങളും ഒക്കെ വായിച്ചിട്ട് പറഞ്ഞത്. ഇതിനെ സംബന്ധിച്ച് മൗലവി മറുപടി പറഞ്ഞത് മറുപടി ആയിട്ടുണ്ടോ എന്ന് അവനവന്റെ ആഖിറം രക്ഷപ്പെടുത്തണമെന്ന് ചിന്തിക്കുന്ന വല്ല മുജാഹിദ് സുഹൃത്തുക്കളുമുണ്ടെങ്കിൽ അവരൊന്ന് എന്റെ ഈ വാചകങ്ങൾ വെച്ചിട്ടൊന്ന് കേട്ടു നോക്കട്ടെ. മറുപടി ആയിട്ടുണ്ടോ മൗലവി പറഞ്ഞത്? ഇല്ല ഇല്ല ഇല്ല. പടച്ചവനോട് പോരടിക്കാൻ മാത്രം കഴിവുള്ള ദൈവങ്ങളിലായിരുന്നു മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ടല്ലേ അല്ലാഹ് പറഞ്ഞത് പോരടിച്ച് നശിക്കുമായിരുന്നു. അതുപോലെ ഉണ്ടെങ്കിൽ അവർ പോരടിക്കാൻ വരുമായിരുന്നു. ഇല്ലാത്തത് കൊണ്ടാണ് ദൈവങ്ങൾ വരാത്തതെന്ന്. അപ്പൊ മുശ്രിക്കുകൾ വിശ്വസിച്ചത് പടച്ചവനോട് പോരടിക്കാൻ തന്നെ കഴിവുള്ള ദൈവങ്ങളിലാണെന്നല്ലേ ആ ആയത്തുകൾ വിവരിച്ചുകൊണ്ട് നിങ്ങളുടെ മൗലവിമാര് തന്നെ വിശദീകരിച്ചിട്ടുള്ളത്. എന്നിട്ട് അബൂജഹലും സുന്നികളും ഒരുപോലെയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിക്കൂ, എത്ര വലിയ അക്രമിയാണ് അങ്ങനെ പറയുന്ന മനുഷ്യൻ. ഇനി സഹോദര, എന്നാൽ മൗലവി പറയുന്നത് അപ്പുറത്തായത്തും കട്ടുവെച്ച് ഇപ്പുറത്തായത്തും കട്ടുവെച്ചിട്ട് മൗലവി ആകെ കൺഫ്യൂഷനാക്കാൻ ശ്രമിച്ചിട്ട് പറയൂന്ന് ഖുർആനുള്ള സ്ഥലത്തൊക്കെ വിശ്വസിക്കുന്നു എന്ന് അർത്ഥവും പറഞ്ഞു മൗലവി. എന്നിട്ട് ഇത് മുഴുവൻ തട്ടിപ്പ് നടത്തിയിട്ട് ഞാൻ വെളിച്ചത്തുണ്ടോപ്പോ മൗലവി പറയുന്നത് ഞാനങ്ങനെ കട്ടുവെച്ചിട്ട് എന്ത് കിട്ടാനാ? ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു മരണാനന്തര ജീവിതത്തിൽ ഈ അബൂജഹലും കഴിയും വിശ്വാസമില്ല. അതിനെ അള്ളാഹിനെ ചോദ്യം ചെയ്യാണ് മൗലവി. മൗലവി എന്താ പറയുന്നറിയോ? മൗലവി പറയുന്നത്, അള്ളാഹിനെ ഗണ്ണിച്ചുകൊണ്ട് മൗലവി പറയുന്നത്, കട്ടുവെച്ച ആയത്തിൽ, അത് അയാൾ എന്നെ സംബന്ധിച്ച് കട്ടുവെച്ച ആയത്താണ്, കട്ടുവെച്ച ആയത്തിൽ എന്താ കിട്ടുക? മരണാനന്തര ജീവിതത്തിൽ വിശ്വാസമില്ല. ഏയ്, അങ്ങനെ ഒരു വിഭാഗം വിശ്വാസമുള്ളവരും ഇല്ലാത്തവരും ഉണ്ടായിരുന്നു. അള്ളാഹ് പറഞ്ഞത് വിശ്വാസമില്ല. അത് ഖുർആൻ അങ്ങനെ തന്നെയുള്ളത് അയാളും പറയും. ഇയാൾ പറയാണ് ഏയ് ഉള്ളവരുണ്ടായി ഇല്ലാത്തവരുണ്ടായിരുന്നു. അത് ശരിക്കും അള്ളാഹ്ക്ക് മനസ്സിലായിട്ടില്ല എന്ന കോലത്തിലാ മൗലവി പറയും. അത് വെച്ചു കൊടുത്താ പോലെ മുകളിലെ കുറെ ആയത്ത് കട്ടു എന്ന് പറഞ്ഞില്ലേ, ആ കട്ടത് വായിച്ചാൽ എന്താ കിട്ടുക? എന്താ മുകളിൽ പറയുന്നത്? അറേബ്യൻ മുശ്രിക്കുകളെ സംബന്ധിച്ച് പറയണേ, അവര് മരണാനന്തരമുള്ള ജീവിതത്തിൽ അവർക്ക് വിശ്വാസമല്ല. മരണാനന്തര ജീവിതത്തിൽ അവർക്ക് വിശ്വാസമല്ല. അങ്ങനെ ഒരു വിഭാഗം വിശ്വാസമുള്ളവരും ഇല്ലാത്തവരൊക്കെ ഉണ്ടായിരുന്നു. കേട്ടോ, അള്ളാഹ് പറഞ്ഞത് അയാൾ എന്നെ പറഞ്ഞ് കട്ടുവെച്ച ആയത്തിലുള്ളത് മരണാന്തര ജീവിതത്തിലും അറേബ്യ മുശ്രിക്ക് വിശ്വാസം ഇല്ല എന്നാണ്. മൂപ്പര് തീരുമാനം പറയുന്നത് വിശ്വാസമുള്ളവരും ഇല്ലാത്തവരും ഉണ്ടായിരുന്നു. അള്ളാഹിനെ വിട്ട് സെലഫിന്റെ കൂടെ പോകാൻ മുസ്ലിമീങ്ങളെ കിട്ടുമോ? ഖുർആനും വിട്ടിട്ട് സെലഫിന്റെ കൗലെടുക്കാൻ മുസ്ലിമീങ്ങളെ കിട്ടുമോ? എനിക്ക് ചോദിക്കട്ടെ സഹോദരന്മാരെ, മൗലവി പറയുന്നുണ്ട് ഈ പേരോട് പറയുന്നുണ്ട് മൗലവിക്ക് ഒരു ചുക്കും തിരിയൂല. എന്നിട്ട് മൗലവി പറയുന്നു പേരോട് പൊട്ടത്തരം പറയാണ്. ആ ചുക്കും പൊട്ടത്തരമാണ് നിങ്ങൾക്ക് ഞാൻ നല്ല ഒരു ഗുളികയാക്കിയിട്ട് തരാൻ പോകുന്നത്. അതിന് മുമ്പ് നിങ്ങളൊന്ന് കേട്ടു ഒരു കാര്യം പറയാ. ഈ പരിപാടി നടത്തണമെങ്കിൽ നല്ല പൈസ വേണം, ഇതിന് വാടക കൊടുക്കാനും ഒരുപാട് സംഗതികൾ. അതുകൊണ്ട് നല്ല സംഖ്യ എല്ലാവരും കൊടുക്കണം. നമുക്ക് ദീന് എല്ലാവർക്കും പഠിക്കാനും മനസ്സിലാക്കാനുള്ള വേദി സംഘടിപ്പിക്കാൻ അതുമ്പകയിലും നമുക്ക് കടായാൻ പറ്റൂല. വേറെ പറഞ്ഞാൽ നിങ്ങൾ 5 ലക്ഷം തരണ്ട. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഈ സ്ഥലം അൽഹംദുലില്ലാ അല്ലാഹു തആല നമ്മളെ കൈവശത്തിൽ തന്നു. ഈ സ്ഥലം വകയിൽ 10-70 ലക്ഷം ഉറുപ്പിക കടം ഉണ്ട്. അതിന് നിങ്ങളൊക്കെ സഹായിക്കണം. അങ്ങനെ ഏറ്റവും ചുരുങ്ങിയത് 500 ഉറുപ്പിക കൊടുത്തിട്ട് 1 സ്ക്വയർ ഫീറ്റ് എങ്കിലും
ഓരോരുത്തരും ഏൽക്കണം എന്ന് പറഞ്ഞിരുന്നു. ഇന്നലെ നമ്മുടെ ഒരു സുഹൃത്ത് വന്നിട്ട് ഭാര്യയുടെ വകയിൽ 100 സ്ക്വയർ ഫീറ്റ് 50,000 ഉറുപ്പിക തരാമെന്ന് വാഗ്ദത്തം ചെയ്തു. വേറെ കുറെ ആളുകൾ കൊടുത്തയച്ചവരുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും എവിടെയും എത്തൂല. 70 ലക്ഷത്തോളം ഉറുപ്പിക കിട്ടണം. 13,000 ചില്ലാന സ്ക്വയർ ഫീറ്റ് സ്ഥലമാണ്. അപ്പൊ അത് കൊടുക്കണമെങ്കിൽ ഒരുപാട് ആളുകൾ സഹകരിക്കണം. എല്ലാവരും സഹകരിക്കണമെന്ന് ഞാൻ പറയുന്നത്. എൻ്റെ ഈ CD വിദേശത്തൊക്കെ പോയാൽ അവിടൊക്കെ ഉള്ള മോമിനിങ്ങളോട് ഞാൻ പറയാണ്, ഇപ്പൊ തന്നെ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ എത്തിച്ചു തരണം. ഈ സ്ഥലത്തിന്റെ വഖഫിന് വേണ്ടി വിദേശ രാജ്യങ്ങളിലുള്ള ആളുകളൊക്കെ അവരെ കൊണ്ട് കഴിയുന്നത് വഖഫ് ചെയ്യാൻ വേണ്ടി എത്തിച്ചു തരണം എന്ന് വിദേശ രാജ്യങ്ങളിലൊക്കെ എൻ്റെ CD കേൾക്കുന്ന എത്രയോ മുഅ്മിനീങ്ങൾ, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിക്കുന്ന പ്രവർത്തകന്മാർ എല്ലാവരും സഹകരിക്കണം. നിങ്ങൾക്ക് അതാത് സ്ഥലത്തുള്ള നമ്മുടെ സിറാജുൽ ഹുദ കമ്മിറ്റികളുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ എത്തിച്ചു തരണം എന്നറിയിക്കുന്നു. അതിന് പകരം അള്ളാഹു സ്വർഗത്തിൽ സ്ഥലം നൽകുമാറാകട്ടെ. നമ്മുടെ ഈ പള്ളിന്റെ നേരെ മുന്നിലുള്ള സ്ഥലം കടമായതുകൊണ്ട് അത് പുറത്തു വിൽക്കുക എന്നുള്ളത് മനസ്സ് ഒരു നിലക്കും അനുവദിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സഹകരിക്കണം എന്നുണർത്തുന്നു. അള്ളാഹു നമ്മെ എല്ലാവരെയും സാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് കേൾപ്പിക്കുന്നത് കേട്ടോളി. എന്താ പറയുന്നറിയോ? ഞാൻ പൊട്ടനാണ്. അതെന്താ കാരണം മക്കാ മുശ്രിക്കീങ്ങൾക്ക് മരണശേഷം മനുഷ്യനെ ജീവിപ്പിക്കാൻ അള്ളാഹുവിന് കഴിവില്ല എന്ന വിശ്വാസമാണ് ഉണ്ടായിരുന്നത് എന്ന് ഞാൻ പറഞ്ഞു. മൗലവി പറയുന്നത് അങ്ങനല്ല. മൗലവിക്ക് അത് തീരെ അംഗീകരിക്കാൻ കഴിയുന്നില്ല. മക്കാ മുശ്രിക്കീങ്ങളെ എന്തെങ്കിലും ഒരു മോശം പറയുമ്പോൾ മൗലവിക്ക് ഭയങ്കര വിഷമ. മൗലവിക്ക് അത് തീരെ അംഗീകരിക്കാൻ കഴിയുന്നില്ല. അള്ളാഹ്ക്ക് കഴിവില്ല എന്ന് മുശ്രിക്കീങ്ങൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ മൗലവിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഒന്ന് എന്നെ പൊട്ടനാക്കാണ് മൗലവി. ഒന്ന്. രണ്ടാമത്തെ വിഷയം എന്താ പറയുക? ഞാൻ എൻ്റെ ഈ നേരത്തെ നിങ്ങൾ കേട്ട പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, എന്താ പറഞ്ഞത്? അള്ളാഹുവിന് മരിച്ചവരെ ഹയാത്താക്കാൻ കഴിവില്ല എന്ന് മക്കാ മുശ്രിക്കീങ്ങൾ പറഞ്ഞിരുന്നു. അത് തന്നെ ഒരു ശിർക്കാണ് എന്ന് പറഞ്ഞു. മൗലവി അത് ചോദ്യം ചെയ്യാൻ മൗലവി പറയുന്നത്, അതെങ്ങനെയാ ശിർക്കാകുക? അള്ളാഹ്ക്ക് കഴിവില്ല എന്ന് പറഞ്ഞാൽ ശിർക്കാവോ? അത് കുഫ്റല്ല ഉണ്ടാവോ? മൗലവിന്റെ ചോദ്യം. പൊട്ടത്തരം പറയുന്നത് കേട്ടോളി എന്ന് പറഞ്ഞിട്ട് എന്റെ പൊട്ടത്തരം എന്ന് പറഞ്ഞിട്ട് അയാൾ പ്രസംഗിക്കുന്നത് ചുക്കും പൊട്ടത്തരവും നിങ്ങളൊന്ന് കേട്ടോളി. എന്നിട്ട് ഞാനൊരു ചുക്ക് കഷായം അതിന് മൗലവിക്ക് വെച്ചും തരാം. ഒന്നാദ്യം കേട്ടോളി. ഇനി സുഹൃത്തുക്കൾ, ഇതിന് വേറൊരു കാര്യം കൂടി കിട്ടും. ഒരു വലിയ വിവരസ്ഥൻ തന്നെയാണ് ഹുസൈൻ സലഫിക്ക്. ഒരു ചുക്കും തിരിയില്ല എന്ന് എപ്പോഴും ഇടക്കിടക്ക് പറയും. ഇവർക്ക് യാതൊന്നും തിരിയില്ല. ആയിക്കോട്ടെ, നിങ്ങൾ വലിയ ആലിമാണ്, നിങ്ങൾ നല്ല വിവരസ്ഥനാണ്, ആയിക്കോട്ടെ, അതൊക്കെ അങ്ങനെ പറഞ്ഞോളൂ. പക്ഷേ മൂപ്പര് പറഞ്ഞൊരു പൊട്ടത്തരം കേൾക്കണം നിങ്ങൾക്ക്. മൂപ്പര് പറയാണ്, അവര് പരലോകത്തിൽ അള്ളാഹ്ക്ക് മരിച്ചോരെ ജീവിപ്പിക്കാൻ കഴിയൂലാന്ന് അവർ വിശ്വസിച്ചു. നോക്കണം, ആര്? മുശ്രിക്കുകളെ. അത് മൂപ്പർക്ക് തീരെ സഹിക്കുന്നില്ല. മുശ്രിക്കുകള് അള്ളാഹ്ക്ക് ജീവിപ്പിക്കാൻ കഴിയൂലാന്ന് വിശ്വസിച്ചു പേരോട് പറഞ്ഞു. ഒരു പൊട്ടത്തരാണത്. മൗലവി എന്നാ പേരോട് മാത്രമല്ല പൊട്ടത്തരുള്ള ആളാകുക, പിന്നെ അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും അവിടുന്ന് ഇങ്ങോട്ട് സർവ പണ്ഡിതന്മാരും പൊട്ടത്തരം പറഞ്ഞു എന്നും മൗലവി നിങ്ങൾ പറയേണ്ടി വരും. കേട്ടോ, യാസീൻ സൂറത്ത് മരിച്ചവരുടെ പേരിൽ ഓതാൻ പറ്റൂല എന്നാണ് നിങ്ങളെ വാദമെങ്കിലും നിങ്ങൾക്കതൊന്ന് വായിച്ചു നോക്കൂടെ? അതിന്റെ പരിഭാഷയെങ്കിലും വായിച്ചു നോക്കിക്കൂടെ? യാസീൻ സൂറത്തിൽ അല്ലാഹ് എന്താ പറഞ്ഞത്? വളറബ ലനാ മസലൻ വനസിയ ഖൽഖഹു. അതേ, ആ മുശ്രിക്കായ മനുഷ്യൻ അവൻ അതാ എനിക്ക് ഉപമയാക്കിയിരിക്കുന്നു. വനസിയ ഖൽഖഹു, അവന്റെ സൃഷ്ടിപ്പിനെ അവൻ വിസ്മരിച്ചിരിക്കുന്നു. ഖാല, ആ മുശ്രിക്ക് എന്താ പറഞ്ഞത്? മയ്യുഹിൽ ഇളാമ വഹിയ റമീം. ദ്രവിച്ചുപോയതായ എല്ല്, ദ്രവിച്ചുപോയ എല്ലിനെ ആർക്കാണ് ജീവിപ്പിക്കാൻ കഴിയുക? ആരാ ചോദ്യം? മുശ്രിക്കിന്റെ ചോദ്യമാണ്. ദ്രവിച്ചു തുരുമ്പിപ്പോയ എല്ലിനെ ആർക്കാണ് ജീവിപ്പിക്കാൻ കഴിയുക? അല്ലാഹു തആല അതിന്റെ മറുപടി പറയാൻ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ഖുൽ, പറയൂ നബിയേ, യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മർറ. ആദ്യം അതിനെ ഉണ്ടാക്കിയ ഒരു രാജാവില്ലേ, ആദ്യം അതിനെ ഉണ്ടാക്കിയ അല്ലാഹുവില്ലേ, അവൻ അതിനെ ജീവിപ്പിക്കുമെന്ന് മുശ്രിക്കിനോട് മറുപടി പറയൂ നബിയേ.
ഇത് പറഞ്ഞിട്ട് അവസാനം അള്ളാന്റെ ചോദ്യം, അബലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിഥലഹും, ആകാശങ്ങളും ഭൂമികളും ഒക്കെ പടച്ചവൻ അവരെ പോലെയുള്ള ശരീരത്തെ പടക്കാൻ സാധിക്കുകയില്ലെന്നോ? പടച്ചോന് കഴിയില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? അള്ളാഹ് ചോദിക്കാണ്. അപ്പൊ മുശ്രിക്കീങ്ങൾക്ക് അള്ളാഹ്ക്ക് കഴിവില്ല എന്ന വിശ്വാസം, മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള കഴിവില്ല എന്ന വിശ്വാസം ഉണ്ടായിരുന്നുവെന്ന് മുസ്ലിമീങ്ങളെ പഠിപ്പിക്കുന്നത് അള്ളാഹുവാണ്, അവന്റെ ഖുർആനാണ്. നിങ്ങൾ അതിനെ പറഞ്ഞതുകൊണ്ട് എന്നെ പൊട്ടത്തരം പറയുന്നവനാക്കി അല്ലേ മൗലവി? ചോദിക്കട്ടെ, നിങ്ങൾക്ക് അള്ളാഹ് പൊട്ടനാടല്ലേ? നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അബൂജഹൽ വിശ്വസിക്കുന്ന അതേ അള്ളാഹുവിലാണ് ഞങ്ങളും വിശ്വസിക്കുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അബൂജഹൽ അള്ളാഹിനെ പറ്റി അങ്ങനത്തെ വർത്തമാനം പറയാറുണ്ട്. അതേ വിശ്വാസം നിങ്ങൾക്കുമുണ്ടെന്നല്ലേ ഇപ്പോൾ തെളിയുന്നത്? അള്ളയും പൊട്ടനാണല്ലേ? നിങ്ങൾ വലിയ ചുക്ക് തിരിയുന്ന മൗലവി തന്നെ. നിങ്ങൾക്ക് ഞാൻ എന്റെ നാവ് കൊണ്ട് എങ്ങനെ മറുപടി പറയണം? അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ നാവ് കൊണ്ട് ഞാൻ മറുപടി പറയുന്നു. ഒന്ന് വെച്ചു കൊടുക്കുമോനെ. വിവരക്കേട് മാത്രാണ്. കേട്ടില്ലേ? എന്റെ വകയിൽ മൗലവീന് കൊണ്ട് മറുപടി പറയിച്ചതാണ്. ഇനി സഹോദര, രണ്ടാമതായി ഇയാൾ എനിക്ക് കണ്ട പൊട്ടത്തരം എന്താണ്? ഇനി ഒന്നുകൂടി പറയട്ടെ. മൗലവിക്ക് കിതാബ് നോക്കിയാൽ അറിയില്ലെന്ന് എനിക്കറിയാം. അതൊരു സത്യമാണ്. സത്യം ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് കളവ് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ മൗലവിയല്ലല്ലോ. എന്നാൽ കിതാബ് അറിയുന്ന ഏതെങ്കിലും മുസ്ലിയാമാരെടുത്ത് ഇബ്നു കസീർ എടുത്തിട്ട് നിങ്ങളതങ്ങ് പോയിക്കോ. ആ ഇബ്നു കസീറിന്റെ 4-ാം വാള്യം 46-ാം പേജ് ഒന്ന് നോക്കിക്കോ. റാസിയും നോക്കിക്കോ. കാണാം. ഫഅമ്മൽ മആദു ഫകാനൂ ജാഹിദീന ലഹു കാഫിരീന ബിഹി. മരണശേഷമുള്ള ജീവിതം, മരിച്ചതിന് ശേഷം ജീവിപ്പിക്കുന്ന സംഗതി, ഫകാനൂ ജാഹിദീന ലഹു, മുശ്രിക്കീങ്ങൾ അതിനെ നിഷേധിക്കുന്നവരായിരുന്നു. കാഫിരീന ബിഹി, അതിലവർക്ക് വിശ്വാസമുണ്ടായിരുന്നില്ല. അപ്പം മരിച്ചതിന് ശേഷം മരിച്ചവരെ ഹയാത്താക്കാൻ അല്ലാഹുവിന് കഴിയില്ലെന്നാണ് മുശ്രിക്കുകൾ വാദിച്ചത്. ഇതുകൊണ്ടാ സഹോദര, തൗഹീദിന്റെ കലിമത്ത് പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്ക് അർഹൻ ഇല്ല. വഹ്ദഹു, അവൻ ഏത് നിലക്കും ഏകനാണ്. ലാ ശരീക ലഹു, അവന് പങ്കുകാരൻ ഇല്ല, ഒരു കൂറുകാരനും ഇല്ല. ലഹുൽ മുൽക്കു, അവന് മാത്രമാണ് അധികാരം. വലഹുൽ ഹംദു, അവന് തന്നെയാണ് സർവസ്തുതിയും. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, അല്ലാഹ് എല്ലാറ്റിനും കഴിവുള്ളവനാണ് കേട്ടോ. മരിച്ചവരെ ഹയാത്താക്കാനും അല്ലാഹുവിന് കഴിയും. അമ്പിയാക്കൾക്ക് മുഅ്ജിസത്ത് കൊടുക്കാനും കഴിയും. ഔലിയാക്കൾക്ക് കറാമത്ത് കൊടുക്കാനും കഴിയും. മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കുമ്പോ വിളിച്ച വകയിൽ സഹായിക്കാനും അള്ളാഹ്ക്ക് കഴിയും. അള്ളാഹിന്റെ വലിയനെ വിളിച്ച വകയിൽ സഹായിക്കാനും അള്ളാഹ്ക്ക് കഴിയും. നബിയെ വിളിച്ച നബീനെ വിളിച്ച വകയിൽ സഹായിക്കാനും അള്ളാഹ്ക്ക് കഴിയും. അങ്ങനെ അള്ളാഹിന്റെ കഴിവ് മുജാഹിദീങ്ങൾ വിചാരിക്കും പോലെയല്ല, മുശ്രിക്കീകൾ വിചാരിക്കും പോലെയല്ല. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. മൗലവിമാര് പറയലുണ്ട്, മനസ്സിലുള്ളത് അറിയാൻ, മനസ്സിലുള്ളത് കാണാൻ മുഹീദ്ദീൻ ശൈഖിന് സാധിക്കോ? ഓ മോനെ, മുഹീദ്ദീൻ ശൈഖിന് ആ കഴിവ് കൊടുക്കാനും അള്ളാഹ്ക്ക് കഴിയും. ഇന്ന അലാ കുല്ലി ശൈഇൻ ഖദീർ, അല്ലാഹ് എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അപ്പൊ എല്ലാറ്റിനും കഴിവുള്ളവനാണ് അല്ലാഹു തആല. ഇത് തൗഹീദിന്റെ കലിമത്തിന്റെ കൂടെ കൂട്ടി അതാ രാവിലെയും വൈകുന്നേരം 10 പ്രാവശ്യം ചുരുങ്ങിയത് ചൊല്ലാൻ പറഞ്ഞത്. മോനെ, ഇങ്ങനത്തെ മൗലവിമാരുള്ളത് കൊണ്ടാണ്, അബൂജഹൽ ഉള്ളത് കൊണ്ടാണ്. അത് ശരിക്കും മനസ്സിലാക്കി വെക്കണേ മൗലവിമാരെ. ഞങ്ങളെ ഹദ്ദാദ് ഞങ്ങൾ ചൊല്ലുന്നത് വെക്കാറില്ലേ? ഞങ്ങൾ ഈ ദിക്ർ ആ സമയത്തും ചൊല്ലും. കാരണം നിങ്ങളെ പോലത്തെ ആളുകൾ ഉണ്ട് എന്നുള്ളത് ശരിക്കും ഞങ്ങളെ കൊണ്ട് അറിയുന്നത് കൊണ്ടാണ്, ഞങ്ങളെ അത് പഠിപ്പിച്ചത് കൊണ്ടാണ്.